ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്റ്റെറിലൈസേഷൻ ആണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെറിലൈസേഷൻ. സോ നമ്മൾ എവിടെയാണ് നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പല ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു. ഹോമോജനൈസേഷൻ കണ്ടു, പാസ്ചറൈസേഷൻ കണ്ടു. പാസ്ചറൈസേഷനിലാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. അപ്പം ഹോമോജനൈസേഷനിൽ നമ്മൾ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ഒക്കെ സൈസ് 2 മൈക്രോൺസിൽ താഴേക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ പാസ്ചറൈസേഷൻ വന്നപ്പം നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കിൽ ചെയ്യാണ് ചെയ്തത്. ഇനി വരുന്ന ടെക്നിക് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു ഈ പാസ്ചറൈസേഷൻ എന്നുള്ള ടെക്നിക്ക് കംപ്ലീറ്റ് ആയിട്ട് 100% എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും കില്ല് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ല. അവിടെ നമ്മൾ ആകെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ മാത്രമാണ് അവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മിൽക്കിൽ നിന്ന് എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും കില്ല് ചെയ്യണം, ഇൻക്ലൂഡിങ് സ്പോർട്സ്. സ്പോർട്സ് ആണ് ഏറ്റവും ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ സ്പോർട്സിനെ അടക്കം നമുക്ക് കില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പാസ്ചറൈസേഷൻ എന്നുള്ള ടെക്നിക്ക് പോരാ. നമ്മൾ കുറച്ചുകൂടി ഒരു ഹാർഷർ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് നമ്മൾ കൊടുക്കണം. മൈക്രോ ഓർഗാനിസംസിന് കുറച്ചുകൂടി ഹാർഷ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ടെക്നിക്കാണ്. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും ഇൻക്ലൂഡിങ് സ്പോർട്സിനെയും നമുക്ക് ഡിസ്ട്രോയ് ചെയ്തിട്ട് മിൽക്കിന്റെ ഷെൽഫ് ലൈഫ് പാസ്ചറൈസ്ഡ് മിൽക്കിനേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സും ഒബ്വിയസ്ലി നമ്മൾ പാസ്ചറൈസേഷനിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഹയർ ടെമ്പറേച്ചർ ആണ് സ്റ്റെറിലൈസേഷനിൽ കൊടുക്കുന്നത്. So നമുക്ക് നോക്കാം. Sterilization of milk is aimed at killing all microorganisms present, including bacterial spores, so that the packed product can be stored for a long period at ambient temperature without spoilage by microorganism. Okay, according to Food Safety and Standards Rule 2011, the term sterilization, when used in association with milk, means heating milk in a sealed container continuously to a temperature of either 115 degrees Celsius for 15 minutes or at least 130 degrees Celsius for a period of 1 second or more in a continuous flow, and then packed under aseptic condition in hermetically sealed container to ensure preservation at room temperature for a period. Food Safety Officer പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.
not less than 15 days from the date of manufacture. So ഈ ഒരു ഡെഫിനേഷനിൽ ആദ്യത്തെ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് FSSRന്റെ ഡെഫിനേഷൻ ആണ്. അപ്പൊ അതിൽ പറയുന്നത് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു സീൽഡ് കണ്ടെയ്നറിൽ 115 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ് അല്ലെങ്കിൽ 130 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സീൽഡ് കണ്ടെയ്നറിൽ മിൽക്കിനെ ഈ ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന, അതും അസെപ്റ്റിക് കണ്ടീഷനിൽ. അസെപ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തരത്തിലുള്ള കണ്ടാമിനേഷനും ഇല്ലാതെ വേണം നമ്മൾ ഹെർമെറ്റിക്കലി സീൽ ചെയ്തിട്ടുള്ള അസെപ്റ്റിക് കണ്ടീഷനിൽ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഷെൽഫ് ലൈഫ് കൂടിയ ഒരു ബാച്ച് ഓഫ് മിൽക്ക് നമുക്ക് കിട്ടും ഫോർ എ പീരിയഡ് നോട്ട് ലെസ് ദാൻ 15 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മിൽക്ക് നമുക്ക് കിട്ടും. അതായത് റെഫ്രിജറേറ്റർ ടെമ്പറേച്ചർ ഒന്നും ഇല്ലാതെ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഏകദേശം 15 ഡേയ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ശരിക്കും 15 ഡേയ്സ് അല്ല, 13 ഡേയ്സ് മുതൽ 6 മന്ത്സ് വരെ നമുക്ക് ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്കിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആസ് പെർ ദ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ടെമ്പറേച്ചർ നിങ്ങൾ നോട്ട് ചെയ്യാം. 115 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ്, അത് പഠിക്കാൻ എളുപ്പമാണ്. 115ഉം 15ഉം ഓക്കെ. അതുപോലെ തന്നെ 130 ഡിഗ്രി സെൽഷ്യസ് ഫോർ പീരിയഡ് ഓഫ് 1 സെക്കൻഡ്. ഇനി sterilized milk is kept for a long time so that it will show extensive gravity creaming if unhomogenized. So sterilized liquid milk is always homogenized. In contrast to pasteurized milk, which may or may not be homogenized, it is essential to homogenize UHT milk so as to prevent formation of cream plug during extended storage. So ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഹോമോജനൈസ് ചെയ്ത മിൽക്ക് അല്ല പാസ്ചറൈസ് ചെയ്യുന്നത്. അൺഹോമോജനൈസ്ഡ് ആയിട്ടുള്ള മിൽക്കും നമുക്ക് പാസ്ചറൈസ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ സ്റ്റെറിലൈസേഷന്റെ കേസിൽ നമ്മൾ എപ്പോഴും ഹോമോജനൈസ് ചെയ്ത മിൽക്കിനെ മാത്രമേ സ്റ്റെറിലൈസ് ചെയ്യുള്ളൂ. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഏകദേശം ഒരു 6 മാസത്തോളം, ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 6 മാസത്തോളം നമ്മളിത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിത് ഇളക്കാതെ ഇങ്ങനെ ഏകദേശം 6 മാസത്തോളം വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു ക്രീം ലെയർ ഫോമിൽ ഒരുപാട് ഗ്രാവിറ്റി ക്രീമിങ് ഉണ്ടാവും. ഗ്രാവിറ്റി കാരണം ഒരുപാട് ക്രീമിങ് ഉണ്ടാവും. അതായത് ഒരു ക്രീം പ്ലഗ് ഫോർമേഷൻ അവിടെ ഉണ്ടാവും നമ്മളൊരു ഒരുപാട് ലോങ് ടേം സ്റ്റോറേജ് ആയതുകൊണ്ട്. അപ്പൊ എന്താണ്, നിർബന്ധമായിട്ടും നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ഒക്കെ സൈസ് കുറച്ചു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്കിൽ ക്രീം പ്ലഗ് ഫോർമേഷൻ ഉണ്ടാവും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യുക, സ്റ്റെറിലൈസ്ഡ് മിൽക്ക് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അത് ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ പാസ്ചറൈസേഷന്റെ കേസിൽ അങ്ങനെ ഒരു നിർബന്ധം ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റു പോയിന്റ് നോക്കാം. സ്റ്റെറിലൈസ്ഡ് മിൽക്ക് മസ്റ്റ് ബി kept without deterioration. That is, it should remain stable and be of good commercial value for a sufficient period to satisfy commercial requirement. Okay, അതിൽ ഒരു തരത്തിലുള്ള ഡിറ്റീരിയറേഷൻ ഇല്ലാതെ വേണം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റേബിൾ ആയിരിക്കണം, നമ്മൾ കീപ്പിംഗ് കണ്ടീഷൻസ് ഒക്കെ സ്റ്റേബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഗുഡ് കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു കോമഡിറ്റി ആയിട്ട് അതിന് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി മൈക്രോ ഓർഗാനിസം ഹാംഫുൾ ടു ദ കൺസ്യൂമേഴ്സ് ഹെൽത്ത്. അതായത് പാത്തജനിക് ആയിട്ടുള്ള ടോക്സിനോജനിക് ആയിട്ടുള്ള ജേംസും ടോക്സിൻസും ഒന്നും ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്കിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ it should be free of any microorganism liable to proliferate. That is, it should not show sign of bacterial growth which leads, okay, it should not show any signs of bacterial growth. Okay, ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെറിലൈസ്ഡ് മിൽക്കിൽ ശ്രദ്ധിക്കേണ്ടത്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റെറിലൈസ്ഡ് മിൽക്കിന്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് റിമാർക്കബിൾ കീപ്പിംഗ് ക്വാളിറ്റി. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏകദേശം 6 മാസത്തോളം റെഫ്രിജറേഷൻ ഇല്ലാതെ മിനിമം 15, സാധാരണ 15 അല്ല അതിൽ കൂടുതൽ സമയത്തേക്ക് എന്തായാലും ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ് ടു 6 മന്ത്സ് പീരീഡ്, മിനിമം നമുക്ക് 1 മന്ത് എന്നൊക്കെ പറയാം. 1 മന്ത് ടു 6 മന്ത് പീരീഡ് നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ക്രീമി ലെയർ ഫോർമേഷൻ അല്ലെങ്കിൽ ക്രീം പ്ലഗ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹോമോജനൈസ് ചെയ്ത മിൽക്കിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിലൊരു തരത്തിലുള്ള ക്രീം ലെയർ ഫോർമേഷനും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ തരുന്നത് എന്താ, ഒരു സോഫ്റ്റ് ഡൈജസ്റ്റബിൾ കേർഡ് ആണ് തരുന്നത്. വലിയ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ഇൻ ഡൈജഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിൽ സോഫ്റ്റ് ഡൈജസ്റ്റബിൾ കേർഡ് ആണ് ഇത് തരുന്നത്. അതുകൊണ്ട് നമുക്കിത് ചെറിയ കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളത് എന്താ, ഇതിന് നല്ലൊരു ഡിസ്റ്റിങ് ആയിട്ടുള്ള റിച്ച് ഫ്ലേവർ ഉണ്ട്. ഹോമോജനൈസേഷൻ ചെയ്ത് നമ്മൾ ഫാറ്റ് ഗ്ലോബ്യൂൾസിനൊക്കെ യൂണിഫോം ആയിട്ട് ആ മിൽക്ക് സാമ്പിളിൽ ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നല്ലൊരു റിച്ച് ഫ്ലേവർ നമ്മുടെ മിൽക്കിന് ഉണ്ടാവും. ഇത് വളരെ എക്കണോമിക്കൽ ആയിട്ടൊരു ടെക്നിക്കാണ്. And it is less liable to develop oxidized taints. Disadvantage എന്ന് പറഞ്ഞാൽ increased cost of protection, അതുപോലെ loss in nutritive value than pasteurization. നമ്മൾ ഹയർ ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത് പാസ്ചറൈസേഷനെക്കാട്ടും. അപ്പം ന്യൂട്രീറ്റീവ് ലോസ് ഉള്ള ചാൻസസ് ഉണ്ട്. Gerber
ടെസ്റ്റ് ബൈ നോർമൽ പ്രൊസീജിയർ ഇസ് നോട്ട് സോ ആക്യുറേറ്റ്. ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ജനറൽ ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ. കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ UHT അല്ലെങ്കിൽ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കൺവെൻഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് കൂടെ പറയും. അപ്പൊ ഇതിൽ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്ത മിൽക്കിനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ബോട്ടിലില് മിൽക്കിനെ ഫില്ല് ചെയ്തിട്ട് ഈ ഫില്ല് ചെയ്ത് ക്യാപ്പ് ചെയ്ത മിൽക്ക് ബോട്ടിൽസിനെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അതാണ് ഈ കൺവെൻഷണൽ മെത്തേഡും UHT മെത്തേഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പക്ഷേ UHT മെത്തേഡിലാകുമ്പോൾ പാക്കേജിംഗ് മെറ്റീരിയൽ വേറെ സ്റ്റെറിലൈസ് ചെയ്യും, മിൽക്കിനെ വേറെ സ്റ്റെറിലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഇതിനെ അസെപ്റ്റിക് കണ്ടീഷനിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കൺവെൻഷണൽ മെത്തേഡും UHT മെത്തേഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിക്കാം. കൺവെൻഷണൽ മെത്തേഡ്, പാക്കേജിംഗ് ഇസ് ഡൺ ബിഫോർ ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, the processing is carried out at 105 to 110 degree Celsius. അത് നോട്ട് ചെയ്യുക. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 105 തൊട്ട് 110 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോർ 30 to 45 minutes. ഇതിനെ നമുക്ക് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്നും പറയാം. ഇനി UHT അല്ലെങ്കിൽ അസെപ്റ്റിക് മെത്തേഡിൽ പാക്കേജിംഗ് ഇസ് ഡൺ ആഫ്റ്റർ ഹീറ്റ് ട്രീറ്റ്മെന്റ്. ദ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പ്രോസസ് കം അണ്ടർ ദിസ് കാറ്റഗറി. ഇതിൽ വരുന്ന ടെമ്പറേച്ചർ ടൈം എന്ന് പറയുന്നത് 135 to 150 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 to 20 സെക്കൻഡ് ആണ്. ഇങ്ങനെ നമ്മൾ പ്രത്യേകം പാക്കേജിംഗ് മെറ്റീരിയലും മിൽക്കും സ്റ്റെറിലൈസ് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ പാക്ക് ചെയ്യുന്നതും അസെപ്റ്റിക് കണ്ടീഷനിലാണ്. അതായത് കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ കമോഡിറ്റിനെ പാക്ക് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ 2 മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിലാണുള്ളത്. കൺവെൻഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ, പിന്നെ ഉള്ളത് UHT അല്ലെങ്കിൽ അസെപ്റ്റിക് മെത്തേഡ്. കൺവെൻഷണൽ മെത്തേഡിൽ പാക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. UHT മെത്തേഡിലാണെങ്കിൽ പാക്കേജിംഗ് മെറ്റീരിയൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, മിൽക്കിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, എന്നിട്ട് ഫില്ലിംഗ് ചെയ്യുന്നത് വീണ്ടും അസെപ്റ്റിക് കണ്ടീഷനിലാണ്. ആരോ ഒന്ന് വീഡിയോ ഓഡിയോ അൺമ്യൂട്ട് ആയിട്ട് അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. ആ, പറയൂ. സ്ലൈഡ് മാറിയിട്ടില്ല എന്റെ സ്ക്രീനില്. എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല മാം, മാറിയിട്ടുണ്ട്. ഉണ്ടോ? എന്തോ നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഞാൻ റീജോയിൻ ചെയ്യട്ടെ മാം? ഓക്കെ. ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്യട്ടെ? ലെഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി റീജോയിൻ ചെയ്ത് നോക്കൂ. ബാക്കി എല്ലാവർക്കും മാറുന്നില്ലേ? ഉണ്ട് മാം. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരാൾ ജോയിൻ ചെയ്യുന്നവരെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റെറിലൈസേഷനെ പറ്റിയിട്ടാണ്. സ്റ്റെറിലൈസേഷൻ പാസ്ചറൈസേഷൻ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷനിൽ കംപ്ലീറ്റ് ഡെത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് സ്പോർസ് ആണ്. പാസ്ചറൈസേഷനിൽ കംപ്ലീറ്റ് 100% മൈക്രോബ്സിന്റെ ഡെത്ത് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് അതിന്റെ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ആണ്. 115 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 130 ഡിഗ്രി സെൽഷ്യസ് ഫോർ എ പീരിയഡ് ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ് അതിന്റെ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഇസ് ഓൾവേസ് ഹോമോജനൈസ്ഡ് എന്ന് പറയാം. അപ്പം അത് ട്രൂ ആണോ ഫാൾസ് ആണോ, പിന്നെ അതിന്റെ ഓപ്ഷൻസും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ചോദിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എപ്പോഴും ഹോമോജനൈസ്ഡ് ആയിരിക്കും. കാരണം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ക്രീം ലെയർ ഫോർമേഷൻ ആയി ക്രീം പ്ലഗ് ഫോർമേഷൻ ഉണ്ടാവും. പാസ്ചറൈസ്ഡ് മിൽക്കിന്റെ കേസിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഹോമോജനൈസ്ഡ് മിൽക്ക് ആവണം എന്നില്ല, അൺഹോമോജനൈസ്ഡ് മിൽക്കും നമുക്ക് ചെയ്യാം. പിന്നെ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഡിറ്റീരിയേഷൻ ഇല്ലാതെ, അതുപോലെ മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിരിക്കണം. മൈക്രോബിയൽ ഓർഗാനിസം പ്രൊലിഫറേറ്റ് ചെയ്യാൻ, അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കണ്ടു. എന്താ പറയാ, എന്തൊക്കെ അഡ്വാൻറ്റേജസ് കണ്ടത്? നമുക്ക് റെഫ്രിജറേഷൻ ആവശ്യമില്ല, അതുപോലെ ക്രീം പ്ലഗ് ഫോർമേഷൻ ഉണ്ടാവില്ല, സോഫ്റ്റ് ഡൈജസ്റ്റബിൾ കേർഡ് ആണ്, കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം, റിച്ച് ആയിട്ട് ഒരു ഫ്ലേവർ ഉണ്ട്, എക്കണോമിക്കൽ ആണ്, ഓക്സിഡൈസ്ഡ് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് കണ്ടു. അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്, ന്യൂട്രീറ്റീവ് വാല്യൂ ഉള്ള ലോസസ് പാസ്ചറൈസേഷനെക്കാട്ടും കൂടുതലാണ്. അതുപോലെ ജെർബർ ടെസ്റ്റ് കൂടുതൽ ആക്യുറേറ്റ് അല്ല. ജെർബർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് അത്ര ഒരു ആക്യുറേറ്റ് ആയിരിക്കില്ല എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്.
ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും UHT സ്റ്റെറിലൈസേഷനും. ഇൻ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത ശേഷം 105 to 110 ഡിഗ്രി സെൽഷ്യസ് 45 മിനിറ്റ്സ് വരെ, 30 to 45 മിനിറ്റ്സ് ആണെങ്കിൽ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. UHT എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കേജിംഗ് മെറ്റീരിയൽ വേറെ സ്റ്റെറിലൈസ് ചെയ്യും, മിൽക്കിനെ വേറെ സ്റ്റെറിലൈസ് ചെയ്യും, ശേഷം ഈ രണ്ടിനെ നമ്മൾ അസെപ്റ്റിക് കണ്ടീഷനിൽ ഫില്ലിങ്ങും ചെയ്യും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 135 to 150 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 to 20 സെക്കൻഡ് ആണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ സ്ലൈഡ്സ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്തോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇനി the difference between the conventional method and aseptic processing method can be better understood with the help of figure. അപ്പൊ ഈ രണ്ട് ഫിഗർ നോക്കൂ. അതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ട് കൺവെൻഷണൽ മെത്തേഡിന്റെയും രണ്ടാമത് കാണിച്ചിരിക്കുന്നത് അസെപ്റ്റിക് മെത്തേഡിന്റെയാണ്. ഈ കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് കാണാം എംപ്റ്റി കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്, അൺപ്രോസസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ പാലും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമ്മളെ ഫില്ലിംഗ് സെക്ഷനിൽ എത്തുന്നു. ഈ ഫില്ലിംഗ് സെക്ഷനിൽ നമ്മൾ ഇത് പാലിനെ ഓരോരോ ബോട്ടിലേക്കായിട്ട് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഫില്ല് ചെയ്ത ബോട്ടിൽസ് ഒക്കെ പിന്നെ പോകുന്നത് സീലിംഗ് സെക്ഷനിലേക്കാണ്. അവിടെ നമ്മൾ ഈ ബോട്ടിൽസിനെയൊക്കെ നമ്മൾ സീൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനൊരു റിട്ടോർട്ടിലേക്ക് അല്ലെങ്കിൽ പാസ്ചറൈസറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സെക്ഷനിലാണ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റെറിലൈസ് ചെയ്ത പാലിന്റെ കുപ്പികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് കൺവെൻഷണൽ മെത്തേഡിൽ അല്ലെങ്കിൽ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനിൽ ചെയ്യുന്നത്. അസെപ്റ്റിക് മെത്തേഡിലാകുമ്പോൾ എന്താ, എംപ്റ്റി കണ്ടെയ്നർ വരുന്നു, അത് നേരെ കണ്ടെയ്നർ സ്റ്റെറിലൈസിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ ഈ കണ്ടെയ്നേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലോ ടെട്രാപാക്കോ എന്താണെങ്കിലും അതിനവിടെ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നു. പിന്നെ ഈ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പാല് വേറൊരു സെക്ഷനിലേക്ക് പോകുന്നു, പാല് സ്റ്റെറിലൈസ് ചെയ്യുന്ന സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് ഈ പാലിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ടും എന്താ, നമ്മുടെ രണ്ട് സാധനം കൂൾ ചെയ്ത് അത് നോർമൽ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സെക്ഷനിൽ വെച്ചിട്ടാണ് ഫില്ലിംഗ് നടത്തുന്നത്. അവിടെയും ഈ കംപ്ലീറ്റ് അസെപ്റ്റിക് ആയിട്ടുള്ള കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ അസെപ്റ്റിക് ആയിട്ട് തന്നെയാണ് ഫില്ലിംഗ് നടക്കുന്നത്. എന്നിട്ട് പിന്നെ അത് അതിന്റെ ഡെസ്പാച്ച് സെക്ഷനിലേക്ക് പോകുന്നത്. ഇതാണ് ഈ രണ്ട് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. കൺവെൻഷണൽ കാനിങ് അല്ലെങ്കിൽ ഇൻബോട്ടിൽ സ്റ്റെറിലൈസേഷനിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സോ ഈ ഇൻബോട്ടിൽ സ്റ്റെറിലൈസേഷൻ തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ബാച്ചസ് ആയിട്ട് ചെയ്യാം, അതായത് ഒരു പർട്ടിക്കുലർ ബാച്ച് വരുന്നു, ആ ബാച്ചിനെ ഫുൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു, പിന്നെ അതിനെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നു, അടുത്ത ബാച്ച് വരുന്നു, ആ ഒരു രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് ഫില്ലിങ് അതായത് സ്റ്റെറിലൈസേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണെങ്കിലും ഇത് ബാച്ച് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും ജനറൽ ആയിട്ട് വരുന്ന ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ റോ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നു, അതിനെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്ന ഒരു 43 ഡിഗ്രി സെൽഷ്യസിലേക്ക്, പിന്നെ നമ്മൾ ഫിൽട്രേഷൻ, ക്ലാരിഫിക്കേഷൻ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ, എന്തിനായിരുന്നു ഫിൽട്രേഷൻ ചെയ്തത്, എന്തിനാണ് ക്ലാരിഫിക്കേഷൻ ചെയ്തതെന്നൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർക്കുക. ക്ലാരിഫിക്കേഷൻ എന്തിനാ ചെയ്തത്, ഫിൽട്രേഷൻ നമ്മൾ എന്ത് ഇംപ്യൂരിറ്റീസ് ആണ് റിമൂവ് ചെയ്തതെന്നൊക്കെ ഓർക്കുക. പിന്നെ നമ്മൾ എന്താ ക്ലാരിഫൈ ചെയ്ത ശേഷം നമ്മൾ ഹീറ്റിങ്ങിനെ കൊണ്ടുപോകുന്നു. ഒരു 74 to 77 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഹോമോജനൈസ് ചെയ്തു ചെയ്ത ശേഷം നമ്മൾ ബോട്ടിൽസ് ഒക്കെ ഫില്ല് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു റിട്ടോർട്ടിലേക്ക് കടത്തിവിടുന്നു. ഇത്രയും പ്രൊസീജിയറാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനിൽ നടക്കുന്നത്. നമുക്ക് ഓരോരോ പ്രൊസീജിയർ ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് എന്താണ്, റിസെപ്ഷൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റോ മിൽക്കിനെ റിസീവ് ചെയ്യാണ്. അപ്പൊ റോ പ്രൊഡക്റ്റ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, നമ്മളെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കണം, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യണം. അങ്ങനെ ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള മിൽക്ക് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ പ്രോംപ്റ്റ്ലി നമ്മൾ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അതിനെ ഒരു 5 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്തിട്ട് ബൾക്ക് സ്റ്റോറേജിന് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ പ്രീ ഹീറ്റ് ചെയ്തു ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസ് ഫിൽട്രേഷനും ക്ലാരിഫിക്കേഷനും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിലുള്ള ഡേർട്ടും അതുപോലെ ഇംപ്യൂരിറ്റീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കണ്ടാമിനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫിസിക്കൽ കണ്ടാമിനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഫിൽട്രേഷനും ക്ലാരിഫിക്കേഷൻ വഴി റിമൂവ് ചെയ്തു. നമുക്ക് അങ്ങനെ നല്ലൊരു എസ്തെറ്റിക് ക്വാളിറ്റി ഉള്ള മിൽക്ക് കിട്ടി. പിന്നെ നമ്മൾ വീണ്ടും ഇതിനെ കൂൾ ചെയ്ത് 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ സ്റ്റാൻഡർഡൈസിങ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് വേണ്ട ഫാറ്റ് ആൻഡ് SNF പെർസെന്റേജിലേക്ക് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് എത്തിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ കൂൾ ചെയ്ത് 5 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്തു. പിന്നെ നമ്മൾ പോകുന്നത് എവിടേക്കാണ്, ഹോമോജനൈസേഷൻ സെക്ഷനിലാണ്. അവിടെ നമ്മൾ മിൽക്കിനെ, ഈ കൂൾ ആയിട്ടുള്ള മിൽക്കിനെ പ്രീ ഹീറ്റ് ചെയ്ത് 60 ഡിഗ്രി സെൽഷ്യസിൽ എത്തിച്ചിട്ട് ഹോമോജനൈസ് ചെയ്തു. ഹോമോജനൈസ് ചെയ്തത് എന്തിനാണ്, അതിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ഒക്കെ സൈസ് <2 മൈക്രോൺസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഹോമോജനൈസ് ചെയ്തത്. ഹോമോജനൈസേഷൻ കൂടുതലായിട്ടും ചെയ്യുന്നത് സിംഗിൾ സ്റ്റേജ് ഹോമോജനൈസറിലാണ്. നമുക്ക് മൾട്ടി സ്റ്റേജ് അവൈലബിൾ ആണ്, ഇവിടെ നമുക്ക് സിംഗിൾ സ്റ്റേജ് മതി. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 2500 PSI ആണ്. ജസ്റ്റ് ഒക്കെ റീകളക്ട് ചെയ്യാം കേട്ടോ, ഹോമോജനൈസേഷൻ ഒക്കെ റീകളക്ട് ചെയ്യാം. സിംഗിൾ സ്റ്റേജ്, ഡബിൾ സ്റ്റേജ് ഒക്കെ നമുക്കറിയാം. സിംഗിൾ സ്റ്റേജ് 2500 PSI, ഡബിൾ സ്റ്റേജിൽ തന്നെ
രണ്ട് സെറ്റ് ഓഫ് ഹോമോജനൈസിംഗ് വാൽവ് ഉണ്ട്. അതിൽ ആദ്യത്തിൽ 2000 PSI യും രണ്ടാമത്തിൽ 500 PSI യും ആണ്. 2000 PSI എന്നുള്ള ആദ്യത്തെ വാൾവിലാണ് നമ്മുടെ ഫാറ്റ് ലോബ്യൂൾസിനൊക്കെ സൈസ് കുറയുന്നത് എന്നുള്ള കാര്യം. അതുപോലെ സെക്കൻഡ് വാൾവിൽ എന്താണ് ക്ലസ്റ്ററിംഗ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ റീകളക്ട് ചെയ്യണം. നമ്മുടെ മുന്നത്തെ ക്ലാസ് ഒക്കെ റീകളക്ട് ചെയ്യുക. അതായത് ഓരോ പോർഷൻ പുതിയത് പഠിക്കുമ്പോഴും ബാക്കിലുള്ള കാര്യം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് തറവായിട്ടുണ്ടാവും എന്താണ് ഹോമോജനൈസേഷൻ, എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ, എന്തായിരുന്നു ക്ലാരിഫിക്കേഷൻ, ഫിൽട്രേഷൻ ഒക്കെ ഇങ്ങനെ ഓരോ പുതിയ പോർഷൻ പഠിക്കുന്നതിനനുസരിച്ചിട്ട് തറവാക്കി പോവുക. ഓക്കെ. So now the homogenized milk must be clarified so as to remove the sediment formed during homogenization process. ഇനി അങ്ങനെ നമ്മൾ ഹോമോജനൈസ് ചെയ്ത മിൽക്ക് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സാനിറ്റൈസ് ചെയ്തിട്ടുള്ള ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്യണം. അതുപോലെ നമുക്ക് ഈ ഫില്ല് ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ട് ക്യാപ്പും ഇട്ട് കൊടുക്കണം. ഓക്കെ, ലീക്കേജ് ഇല്ലാതിരിക്കാനും അതുപോലെ വേറെ കണ്ടാമിനേഷൻ ഇല്ലാതിരിക്കാനും സ്പില്ലേജ് ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടി നമുക്ക് നല്ല സീലിംഗും സ്പെഷ്യൽ ക്യാപ്സ് വെച്ചിട്ട് സീലിംഗും നമ്മൾ കൊടുക്കണം. അങ്ങനെ ഫില്ല് ചെയ്ത് ക്യാപ്പ് ചെയ്ത ബോട്ടിൽസിനെ നമ്മൾ മെറ്റൽ ക്രേറ്റ്സിലാക്കിയിട്ട് സ്റ്റെറിലൈസേഷന് വേണ്ടി കൊണ്ടുപോവാണ്. ഈ സ്റ്റെറിലൈസേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ബാച്ച് മെത്തേഡിലും ചെയ്യാം, അതുപോലെ കണ്ടിന്യൂസ് മെത്തേഡിലും ചെയ്യാം. കണ്ടിന്യൂസ് മെത്തേഡ് ആകുമ്പോൾ ഒരു കൺവെയർ വഴി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസറിലേക്ക് ഈ ബോട്ടിൽസ് ഇങ്ങനെ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ബാച്ചിലാണെങ്കിൽ ഒരു ബാച്ച് ലോഡ് ചെയ്ത് ആ ബാച്ച് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം അതിന് അൺലോഡ് ചെയ്ത് നെക്സ്റ്റ് ബാച്ചിനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജനറലി നമ്മുടെ മിൽക്ക് സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഷുഡ് ബി ഗ്രാജുവലി കൂൾഡ് ടു റൂം ടെമ്പറേച്ചർ. Any sudden cooling may lead to bottle breakage. Finally, milk in bottle should be stored in a cool place. അങ്ങനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടോർട്ടിൽ നിന്ന് വരുന്ന ബോട്ടിലും മിൽക്ക് എന്ന് പറയുന്നത് നല്ല ഹൈ ടെമ്പറേച്ചറിലേക്കും. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി സഡൻ ആയിട്ട് ഇതിനെ കൂൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ബോട്ടിലിൽ ബ്രേക്കേജ് വരും, ക്രാക്സ് വരും, അതുപോലെ നമുക്ക് ഹ്യൂജ് ലോസ് സംഭവിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വേണം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സഡൻ കൂളിംഗ് ചെയ്യരുത്. അപ്പം അങ്ങനെ നമ്മൾ ഗ്രാജുവലി കൂൾ ചെയ്ത ബോട്ടിൽസ് നമ്മൾ കൂളിംഗ് സെക്ഷനിൽ, പിന്നെ കൂളിംഗ് സെക്ഷനിൽ നേരെ സ്റ്റോറിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോകണം. ഇത്രയും കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ദ മിൽക്ക് ടു ബി സ്റ്റെറിലൈസ്ഡ് ഷുഡ് പ്രോംപ്റ്റ്ലി ബി കൂൾഡ് ആൻഡ് ബോട്ടിൽ സോ ആസ് ടു സെർവ് ദ പർപ്പസ് ഓഫ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഫിൽ ചെയ്ത് നമ്മൾ ബോട്ടിൽസിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പ്രൊട്ടക്ഷൻ ഫ്രം കണ്ടാമിനേഷൻ. നമ്മളൊരു നല്ല ബോട്ടിൽസിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാതെ, അതുപോലെ ഡാമേജും ഡിഗ്രഡേഷനും എക്സ്പോഷർ ടു ഹീറ്റോ ലൈറ്റോ ഓക്സിജൻ ഒന്നും ഇല്ലാതെ നമുക്ക് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് ആദ്യത്തെ കാര്യം. അതിൽ നമ്മൾ ട്രാൻസ്പെറന്റ് ബോട്ടിൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ബ്രൗൺ കളർ ബോട്ടിൽസ് യൂസ് ചെയ്തിരുന്നു. അതൊക്കെയാണെങ്കിൽ കൂടുതൽ എന്താ പറയുക, ലൈറ്റ് കടത്തിവിടാത്ത തരത്തിലുള്ള ബോട്ടിൽസ് ഒക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ബോട്ടിൽസ് ഒക്കെയാണ് കാണാറ്. എന്താണെങ്കിലും തന്നെ ഈ ഒരു ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസിന്റെ വളരാതിരിക്കാനും അതുപോലെ ലൈറ്റ് എൻറ്റർ ചെയ്യാതിരിക്കാനൊക്കെ കണ്ടാമിനേഷൻ ഇല്ലാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ ഫില്ലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ ബോട്ടിലിൽ ഫില്ല് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാലിനെ നമുക്ക് പിന്നെ മാർക്കറ്റ് ചെയ്യാനൊക്കെ പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ മിൽക്കിന് ഇപ്പോഴും ഗ്ലാസ് ബോട്ടിൽ ഇസ് സ്റ്റിൽ യൂസ്ഡ് യൂണിവേഴ്സലി. ഓക്കെ, ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറന്റ്. ഓൾദോ ഇൻ സം കൺട്രീസ് ബ്രൗൺ ബോട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സം കൺട്രീസ് ഗോ ഫോർ ബ്രൗൺ ബോട്ടിൽസ് ഈവൻ നൗ. കാരണം ഈ ബ്രൗൺ കളർ ബോട്ടിൽ ദേ കൻ പ്രിവെന്റ് ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഓഫ് ഫ്ലേവർ ഇൻ മിൽക്ക്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ദ പ്രൊഡക്റ്റ് ഇസ് നോട്ട് വിസിബിൾ ഫോർ ഇൻസ്പെക്ഷൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോ കൂടുതലായിട്ടും ബ്രൗൺ കളർ ബോട്ടിൽസ് യൂസ് ചെയ്യാത്തത്. കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട്, നമുക്ക് സാധാരണ മിൽക്കൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ പറയാം ഇത് നല്ലതല്ല, നമുക്ക് മനസ്സിലാവും. അതിന്റെ മേലെ ആ ഒരു കേർഡി നേച്ചർ ഒക്കെ കാണുമ്പോൾ, അതുപോലെ കളറിലുള്ള ചേഞ്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പാൽ കേടായിട്ടുണ്ടെന്ന്. പക്ഷെ ബ്രൗൺ ബോട്ടിൽ ആണെങ്കിൽ നമുക്ക് അത് പറ്റില്ല. സോ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആ ഒരു കൺസ്യൂമറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് നമ്മളിപ്പോ അങ്ങനെ ബ്രൗൺ ബോട്ടിൽസ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ആക്ച്വലി നല്ലത് ബ്രൗൺ ബോട്ടിലാണ്. വൺസ് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് ഇസ് ഗുഡ്. The glass bottle is generally round but may also be square in shape. The latter is considered to be more economical as it requires less storage space. Though sturdy, the glass bottles also decrease the payload of retail vehicle. നമ്മളിപ്പം എപ്പോഴും കാണാറുണ്ട്, നമ്മള് ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ എപ്പോഴും റൗണ്ട് ഷേപ്പിലാണ് വരാറ്. പക്ഷെ സ്ക്വയർ ബോട്ടിൽസും അവൈലബിൾ ആണ്. ആക്ച്വലി സ്ക്വയർ ബോട്ടിൽസ് ആണ് കുറച്ചും കൂടി നമുക്ക് കൺവീനിയന്റ്. കാരണം നമുക്ക് സ്പേസ് കുറച്ച് മതി ഇത് വെക്കാൻ വേണ്ടിയിട്ട്, ലോസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരുപാട് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് സ്ക്വയർ ഷേപ്പ് ഇസ് ബെറ്റർ. നൗ നമ്മളൊരു ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. യു ഷുഡ് എക്സാമിൻ ഫോർ ഇറ്റ്സ് കളർ, കപ്പാസിറ്റി, സ്ട്രെങ്ത് ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം? കളർ ആൻഡ് അപ്പിയറൻസ് ടെസ്റ്റ്, ഷേപ്പിന്റെ ടെസ്റ്റുകൾ, ഡയമെൻഷന്റെ ടെസ്റ്റുകൾ, വെയിറ്റ്, സെറേഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള സെറേഷൻസ് അതിലുണ്ടോ എന്നുള്ളത്, അതുപോലെ മിനിമം വാൾ തിക്നെസ്, അതിന്റെ കപ്പാസിറ്റി, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്
ബാധ്യസ്ഥരാണ് ആ ഒരു ഇൻഡസ്ട്രി ഇത് ചെയ്യുന്നവര്. ആൻഡ് ദേ ആർ ദീസ് ആർ ബ്രോഡ്ലി ഓഫ് 2 ടൈപ്സ്. നമ്മൾ ഈ ഒരു പാല് നമുക്ക് റിസീവ് ചെയ്ത പാല് നമുക്ക് ഈ മിൽക്ക് ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ ഈ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഗ്രാവിറ്റി ഫില്ലിങ്ങും വാക്വം ഫില്ലിങ്ങും. ഗ്രാവിറ്റി ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ബോട്ടിലായിട്ട് ഇങ്ങനെ ഇതാണ് ഇപ്പൊ ഒരു ഗ്രാവിറ്റി ഫില്ലിങ്ങിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ബോട്ടിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ബോട്ടിൽ നമ്മൾ ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി ഈ ബോട്ടിലിന്റെ മൗത്ത് നമ്മൾ ആ ഒരു വാൾവിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, ആ പുഷ് ചെയ്യുമ്പോൾ ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി ആ മിൽക്ക് ആ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ബോട്ടിൽസിലേക്ക് വരുന്നതിനാണ് ഗ്രാവിറ്റി ഫില്ലിംഗ് എന്ന് പറയാം. അപ്പൊ അതിന്റെ സെറ്റപ്പ് ഒന്നും നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ പഠിക്കേണ്ട, ഗ്രാവിറ്റി ഫില്ലിംഗ് ഉണ്ടെന്ന് പഠിച്ചാൽ മതി. സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ ആ ബോട്ടിലിന്റെ നെക്ക് ഓപ്പറേറ്റിംഗ് വാൾവിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇൻലെറ്റിന്റെ ആ മിൽക്കിന്റെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആവുകയും ആ ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി ആ മിൽക്ക് താഴേക്ക് ഫ്ലോ ചെയ്തിട്ട് ബോട്ടിലിൽ നിറയാണ് ചെയ്യുന്നത്. അപ്പം അതിന്റെ മീറ്ററിംഗ് കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട, ഗ്രാവിറ്റി ഫില്ലിംഗ് ഉണ്ടെന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ വാക്വം ഫില്ലിംഗും ഉണ്ട്. വാക്വം ഫില്ലിംഗ് ആണെങ്കിൽ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രാവിറ്റിക്ക് പകരം നമ്മളൊരു വാക്വം പമ്പ് വെച്ചിട്ട് ലോ പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോ പ്രഷർ ആവുന്നതിനനുസരിച്ചിട്ട് എന്താവും, നമ്മുടെ ബോട്ടിലിൽ ലോ പ്രഷർ ആവുമ്പോൾ മിൽക്ക് ആ ഒരു ബാലൻസ് ടാങ്കിൽ നിന്നും ഉള്ളിലേക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, സോ അതാണ് ഈ വാക്വം ഫില്ലിംഗിൽ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ഉണ്ട്. നമുക്ക് മിൽക്കിനെ ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാൻ ഒന്നെങ്കിൽ ഗ്രാവിറ്റി ഫില്ലിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാക്വം ഫില്ലിംഗ് ചെയ്യാം. ഗ്രാവിറ്റി ഫില്ലിംഗ് ആണെങ്കിൽ ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി മിൽക്ക് വിൽ ഫ്ലോ ഇൻ ടു ദ ബോട്ടിൽ വെൻ ദേ ആർ പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ ഫില്ലിംഗ് വാൾ. അതേപോലെ ബോട്ടിൽ ഫില്ലിംഗ് വാക്വം ഫില്ലിംഗിൽ ബോട്ടിൽസ് ആർ ഫിൽഡ് ബൈ ക്രിയേറ്റിംഗ് വാക്വം വിത്തിൻ ദം. സോ അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തു, ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തു, ഒന്നെങ്കിൽ വാക്വം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫില്ലിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ അതിനെ ക്യാപ്പിംഗും ചെയ്തു. ഫില്ലിംഗ് സെക്ഷനിൽ നേരെ പോകുന്നത് ക്യാപ്പിംഗ് സെക്ഷനിലാണ്. അവിടെ ക്യാപ്സ് ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് ഫിൽഡ് ബോട്ടിൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാച്ച് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ബാച്ച് സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബാച്ച് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന ഒരു റിട്ടോർട്ട് ആണ് ഒരു ബാച്ച് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന റിട്ടോർട്ട്. അപ്പം ഈ റിട്ടോർട്ട് ഇസ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റിട്ടോർട്ട്. സോ equipment which is used for sterilization process is called a retort, and the process is called retorting. Batch retort can be either horizontal type അല്ലെങ്കിൽ vertical type. It has got a lid or door. നമുക്ക് ഈ പിക്ചറിൽ കാണാം, അതിനൊരു നല്ല ലിഡ് ഓർ ഡോർ കൊടുത്തിട്ടുണ്ട് with good fastening. It has got controls for temperature, pressure, safety devices. They can also be of circular or rectangular cross section. ഓക്കെ, റിട്ടോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോക്ലേവ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അത് ഏകദേശം അതുപോലത്തെ ഒരു സംഭവം. നമ്മളൊരു പ്രഷർ കുക്കർ, അതിന്റെ ഒരു മോഡലാണ് ഈ റിട്ടോർട്ട് എന്ന് പറയുന്നത്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് ഉണ്ടാവും, അതിന്റെ മുകളിൽ കൺട്രോൾ മെക്കാനിസം, നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള സേഫ്റ്റി മെക്കാനിസം, നമ്മുടെ കുക്കറിന് വിസിലൊക്കെ കൊടുക്കുന്ന പോലെ, വാൾസ് ഒക്കെ കൊടുക്കുന്ന പോലെ ഇതിനും ഒരു സേഫ്റ്റി മെക്കാനിസം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാവും, പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും. നല്ലൊരു ലിഡ്, ടൈറ്റ് ആയിട്ടുള്ള ഫാസ്റ്റൻ ചെയ്ത ലിഡ് ഉണ്ടാവും. എന്താ എങ്ങാനും ഈ പ്രഷറൊക്കെ കൂടി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിഡ് ആണെങ്കിൽ ഇത് പുറമേക്ക് വന്ന് എക്സ്പെൽ ചെയ്തിട്ട് ഡേഞ്ചർ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലിഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം ഇനി. നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിട്ടോർട്ട് ഉണ്ട്, വെർട്ടിക്കൽ റിട്ടോർട്ട് ഉണ്ട്. ഏതാണെങ്കിലും കൂടുതൽ യൂസ് ചെയ്യുക വെർട്ടിക്കൽ ആണ്. ഏത് റിട്ടോർട്ട് ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിൽസിനെ നമ്മൾ ക്രേറ്റുകളിൽ ലോഡ് ചെയ്യും. ഓക്കെ, ക്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടുകളിൽ നമ്മൾ ലോഡ് ചെയ്യും. എന്നിട്ട് ഈ ക്രേറ്റ്സിന് നമ്മൾ ഈ സ്റ്റെറിലൈസറിലേക്ക് ഒരു ട്രോളിന്റെ സഹായത്തിൽ അല്ലെങ്കിൽ ഒരു ട്രക്കിന്റെ സഹായത്തിൽ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ ക്രേറ്റ്സ് ലോഡഡ് ആയിട്ടുള്ള മിൽക്ക് ബോട്ടിൽസ്, ലോഡഡ് ആയിട്ടുള്ള ക്രേറ്റ്സിനെ നമ്മൾ ഈ സ്റ്റെറിലൈസറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കും. അങ്ങനെ നമ്മൾ പ്രോപ്പർലി ഇറക്കി വെച്ച ശേഷം നമ്മൾ ഈ ഡോർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ ഈ ഒരു സ്റ്റെറിലൈസിങ് മീഡിയം, യൂഷ്വലി സ്റ്റീം ആണ്, സ്റ്റീം അറ്റ് ദ റിക്വയർഡ് പ്രഷർ നമ്മൾ ഈ ഒരു വെസലിലേക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ നമ്മളൊരു പ്രോസസിങ് ടൈമും പ്രഷറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, സ്റ്റീം പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ, ഈ ടോട്ടിന്റെ ഉള്ളിൽ സ്റ്റീം ഫില്ലായി നല്ല ഹൈ പ്രഷറിൽ സ്റ്റീം ഫില്ലാകുമ്പോൾ ഇവിടെ സ്റ്റെറിലൈസേഷൻ നടക്കും. അങ്ങനെ സ്റ്റെറിലൈസേഷൻ നമുക്ക് വേണ്ടത്ര സമയം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പതിയെ ഈ സ്റ്റീമിനെ അറ്റ്മോസ്ഫിയറിലേക്ക് വെന്റ് ചെയ്യുന്നുണ്ട്. കുക്കർ ആലോചിച്ചാൽ മതി, കുക്കറിൽ നമ്മൾ പ്രഷർ കളയുന്ന പോലെ തന്നെ ഈ സ്റ്റീമിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് വെന്റ് ചെയ്ത് പ്രഷർ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കൂളായ ശേഷം, പ്രോപ്പർലി ഇത് സെറ്റിൽ ഡൗൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ പ്രൊഡക്റ്റിന് ഇതിന്ന് ക്രേറ്റ്സിന് നമ്മൾ ഇതിന്ന് റിമൂവ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ബാച്ച് സ്റ്റെറിലൈസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതന്നെ ഹൊറിസോണ്ടൽ ടൈപ്പും ഉണ്ട്, വെർട്ടിക്കൽ ടൈപ്പും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റോട്ടറി ബാച്ച് സ്റ്റെറിലൈസേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഈ ബാച്ച് സ്റ്റെറിലൈസർ തന്നെ റോട്ടറി ആയിട്ടുള്ളത്, അതായത് ഈ മിൽക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റെറിലൈസർ എജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിങ്ങനെ റോട്ടറി മോഷൻ കൊടുക്കുമ്പോൾ എന്താണ്, നമ്മളെ ബോട്ടിൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കില്ല. അതായത് ഒരു ഗ്രാവിറ്റി വന്നിട്ട് ആ ഒരു സെറ്റിലിംഗ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ
റോട്ടറി ആയിട്ട് കൊടുക്കും. ഈ സ്റ്റെറിലൈസർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, the sterilizer agitates the milk during heating by rotating the load of bottle about a horizontal axis. അത്രയുള്ളതിന്റെ വ്യത്യാസം, ബാക്കിയൊക്കെ സെയിം തന്നെ, റിട്ടോർട്ടൊക്കെ അത് തന്നെ. പിന്നുള്ളതാണ് കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ. കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഒരു സ്റ്റേഷനറി ആയിട്ട് ഒരു പോയിന്റ് നിൽക്കാതെ കണ്ടിന്യൂസ്ലി അത് ഒരു കൺവെയർ ബെൽറ്റ് വഴി ഇങ്ങനെ മിൽക്ക് ബോട്ടിൽസ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. In this type of sterilizer, the filled and sealed milk bottles are automatically placed by means of a slat conveyor. They are then passed into water at or near boiling temperature. From there, they enter the sterilizing zone, which consists of steam chamber at 108 to 111 degrees Celsius. Here, the bottle remain for the predetermined time, namely, like it can be 25 to 30 minutes for milk sterilization. Okay, so continuous sterilizer എന്താണ്, നമ്മുടെ മിൽക്കിന്റെ ബോട്ടിൽസ് ഒരു കൺവെയർ വഴി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആദ്യം ഒരു പ്രീ ഹീറ്റിംഗ് സെക്ഷനിലേക്ക് എത്തും. അവിടെ എന്താ ഹോട്ട് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ബോയിലിംഗ് ടെമ്പറേച്ചറുള്ള വാട്ടർ ഉണ്ടാവും. അവിടെ നിന്ന് അതൊന്ന് ചൂടായ ശേഷമാണ് അത് സ്റ്റെറിലൈസിംഗ് സോണിലേക്ക് പോകുന്നത്. സ്റ്റെറിലൈസിംഗ് സോൺ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റീം ചേംബർ ആണ്. അവിടെ 108 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 111 ഡിഗ്രി സെൽഷ്യസ് വരെ ആ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ നമ്മൾ ഈ സ്റ്റെറിലൈസിംഗ് സോണിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നമുക്ക് വേണ്ട സമയം, അതായത് ഒരു 25-30 മിനിറ്റ് നമ്മുടെ ബാച്ച് അവിടെ തന്നെ നിൽക്കും. നമ്മുടെ ആ ഒരു വന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ അത്രയും സമയം ആ ഒരു ടെമ്പറേച്ചറിൽ നിന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മളെ മിൽക്ക് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇൻക്യാൻ കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ ഉണ്ട്. ഇൻക്യാൻ കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ ആണ് ഏറ്റവും കോമൺ. അതിനെന്ന് പറഞ്ഞാൽ 3 സെക്ഷൻസ് ഉണ്ട്. പ്രീ ഹീറ്റർ സെക്ഷൻ, സ്റ്റെറിലൈസർ സെക്ഷൻ, അതുപോലെ തന്നെ കൂളിംഗ് സെക്ഷൻ. മാത്രമല്ല അതിനൊരു ക്യാൻ ഡിറ്റക്ടറും ഉണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ക്യാൻ ഡിറ്റക്ടേഴ്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പ്രീ ഹീറ്റർ സെക്ഷനിൽ എത്തുന്നു. അവിടെ ഒരു ഡ്രം ഫിൽഡ് വിത്ത് ഹോട്ട് വാട്ടർ ഉണ്ട്. അപ്പൊ ആ ഹോട്ട് വാട്ടർ കാരണം നമ്മുടെ ക്യാൻസിൽ മിൽക്കിന്റെ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂടി വരും. പിന്നെ അത് സ്റ്റെറിലൈസിംഗ് സെക്ഷനിലേക്ക് എത്തുന്നത്, അവിടെ നമുക്ക് സ്റ്റീം ഉണ്ട് അണ്ടർ പ്രഷർ. ഈ ഒരു സ്റ്റീം അണ്ടർ പ്രഷർ നമ്മൾ ഫോർ ദ ഗിവൺ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ നമ്മൾ വെക്കുന്നു. പിന്നെ അത് കൂളിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് ഒരു ഇൻക്യാൻ കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ. സെയിം ആണ്. നമ്മൾ കണ്ടിന്യൂസ് സ്റ്റെറിലൈസറിൽ ക്യാൻസൽ വരുന്നതിന്റെ ഒരു കേസ് എടുത്ത് പറയുന്നേ ഉള്ളൂ. ഇൻക്യാൻ കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ സെയിം തിങ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ ആണ്, ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റെറിലൈസറും ഹൈഡ്രോ ലോക്ക് സ്റ്റെറിലൈസറും. ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് പേര് പഠിച്ചു വെക്കുക. ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റെറിലൈസർ അതുപോലെ ഹൈഡ്രോ ലോക്ക് സ്റ്റെറിലൈസർ, ഇത് രണ്ടും കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഇവിടെ ജസ്റ്റ് നടക്കുന്നത് നിങ്ങൾ ഒരുപാട് ഡീറ്റെയിലിൽ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. അപ്പൊ ആദ്യത്തത് ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റെറിലൈസർ. ഈ പിക്ചറിൽ കാണുന്നതാണ് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റെറിലൈസർ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റീം ഇഞ്ചക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്നു ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇതാണൊരു റിട്ടോർട്ട്, ഇതാണൊരു ചേംബർ. ഈ ചേംബറിന്റെ ഉള്ളിലാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു വാട്ടർ കോളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു 2 കാലുള്ള 2 ലെഗ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ കോളം ഉണ്ടാവും. ഈ വാട്ടർ കോളം ഈ ഒരു ചേംബറിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ ഈ ഹൈറ്റ് ഓഫ് ദ കോളം ഇസ് അഡ്ജസ്റ്റഡ് ടു സെറ്റ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ഈ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് യൂഷ്വലി നമുക്ക് ഒരു 121 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് 13.7 മീറ്റർ ആയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ദെൻ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ക്യാൻസ് ഫില്ല് ചെയ്തിട്ടുള്ള ക്യാൻസ് നമ്മളൊരു കൺവെയർ ബെൽറ്റ് വഴി ഈ ഒരു വാട്ടർ കോളത്തിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫിൽഡ് ആയിട്ടുള്ള ക്യാൻസ് ഇങ്ങനെ മിൽക്ക് ക്യാൻസ് ഇങ്ങനെ ഇതിലേക്ക് വരും. അപ്പൊ നമ്മുടെ ആ വാട്ടർ കോളത്തിൽ ആ ഹൈറ്റ് ഡിഫറൻസ് കാരണം 121 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ക്യാനുകൾ ഇതുപോലെ വരും. എന്നിട്ട് ഈ ഒരു കൺവെയർ കൂടി തന്നെ കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഷൻ ആണ് നമുക്കറിയാം. കൺവെയർ ബെൽറ്റ് വഴി ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ഒരു ടെമ്പറേച്ചറിൽ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൺവെയറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഇതാണ് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റെറിലൈസറിൽ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട, എന്നാലും ഇതൊരു കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ ആണെന്ന് അറിയാം. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നും ജസ്റ്റ് പഠിക്കാം. നമുക്കൊന്ന് വായിച്ചു പോവാം. ഇവിടെ നടക്കുന്നത് സ്റ്റീം ഇഞ്ചക്ഷൻ ആണെന്ന് പഠിക്കാം. സ്റ്റീം ഇഞ്ചക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ സ്റ്റീം ഇഞ്ചക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. Hydrostatic sterilizer consists of a chamber equipped with steam injection. The chamber is connected to 2 water columns which are used to adjust pressure in the chamber. Height of the water column is changed. If the height of water column is changed, the steam pressure is changed and thus maximum temperature obtained is also changing. The normal water
column to get 121 degrees Celsius നമ്മൾ വെക്കുന്ന height എന്ന് പറയുന്നത് 13.7 meter ആണ്. The sterilizers are often very tall. The conveyor suitable to size of can travels through the steam chamber carrying the can. Sterilization time can be changed by varying the speed of the conveyor. Flexibility and capacity are the major advantages of this type of sterilizer. Height and cost are the disadvantages. Okay, അപ്പൊ അതിൽ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതിന്റെ ഒരു വർക്കിംഗ് എന്താണെന്നുള്ളതും ഇതൊരു കണ്ടിന്യൂസ് ആണെന്നുള്ളതും എങ്ങനെയാണ് ഇതിലേക്ക് കൺവെയർ ബെൽറ്റുകൾ പോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരുന്നു. അത്രയും ഒരു ഐഡിയ ഉണ്ടായാൽ മതി. സോ ദിസ് ഇസ് എ ഡീറ്റെയിൽഡ് ഫിഗർ. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് ഓരോ റീജിയനിൽ എത്തുമ്പോഴും അതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാ പോകുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത്ര ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം എക്സാമിന് വേണ്ട. ഇപ്പം ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഇനീഷ്യലി ക്യാൻസ് നമ്മൾ ഫീഡ് ചെയ്യാണ്. ഇത് ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പ്രീ ഹീറ്റിംഗ് സെക്ഷൻ, ഇവിടെയാണ് പ്രീ ഹീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ പ്രീ ഹീറ്റിംഗ് നടക്കുമ്പോൾ ഒരു 82 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ ഉള്ളൂ. പിന്നീട് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കോളത്തിലൂടെ പോയി ഇതിന്റെ ബോട്ടത്തിൽ എത്തുമ്പോൾ 110 to 127 ഡിഗ്രി സെൽഷ്യസ് ആയി ടെമ്പറേച്ചർ വീണ്ടും അതിങ്ങനെ പോയി സ്റ്റീം ചേമ്പറിൽ എത്തി ടെമ്പറേച്ചർ കൂടി 129 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയി. പിന്നെ നമുക്ക് എന്താ ഇവിടെ കൺവെയർ ബെൽറ്റിൽ നിന്ന് ഇങ്ങനെ അത് പുറത്തേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഔട്ട്ലെറ്റിന്റെ അടുത്തായിട്ട് വാട്ടർ സ്പ്രേ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് കൂളിംഗ് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട്ലെറ്റ് സെക്ഷനിലായിട്ട് വാട്ടർ സ്പ്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്താ ക്യാൻസ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ക്യാനിലേക്ക് വാട്ടർ സ്പ്രേ വരുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറയും. അങ്ങനെ നമുക്ക് ഇതിന്റെ ബോട്ടത്തിലെ കൂളിംഗ് ബാത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നോർമലി നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞ് ഒരു 4 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ഇവിടെ കിട്ടും. ഇത്രയാണ് ഇതിൽ നടക്കുന്നത്. ഈ ഒരു ഇത്ര ഡീറ്റെയിൽ ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഇത്രയും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം. ഇനിയുള്ളതാണ് ഹൈഡ്രോലോഗ് സ്റ്റെറിലൈസർ. ഹൈഡ്രോലോഗ് സ്റ്റെറിലൈസർ ഒരു കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റെറിലൈസർ അതുപോലെ ഹൈഡ്രോലോക്ക് സ്റ്റെറിലൈസർ. ഹൈഡ്രോലോക്കും ഒരു കണ്ടിന്യൂസ് സ്റ്റെറിലൈസർ തന്നെയാണ്. ഇവിടെയും ഒരു ഇതേപോലെ ഒരു ചേംബർ ആണ്. അതിലെന്താ നടക്കുന്നത് അത്ര ഡീറ്റെയിൽ വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാന്നാലും. This equipment consists of a continuous sterilizer. It has a rotating pressure lock which is called the hydrolock. ഈ കാണുന്ന ഫിഗർ ആണ് ഒരു ഹൈഡ്രോലോക്ക്. അതെന്താ നമുക്ക് ബോട്ടത്തിൽ കാണാം. ഇറ്റ് ഇസ് സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ. ഓക്കെ, ബോട്ടത്തിൽ നമുക്ക് ഫിഗറിൽ കാണുന്ന പോലെ ഇറ്റ് ഇസ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ ഇൻ ദ ബോട്ടം. ഈ ഒരു പോർഷൻ സബ്മേർജ്ഡ് ഇൻ വാട്ടർ ആണ്. അപ്പൊ ക്യാൻ എന്താണ് ചെയ്യുന്നത്? ക്യാൻ ആദ്യം ഒരു പ്രീ ഹീറ്റിംഗ് ചേംബറിലൂടെ പോകും. അങ്ങനെ പ്രീ ഹീറ്റിംഗ് ചേംബറിൽ പിന്നെ അതൊരു സ്റ്റീം ചേംബറിലേക്ക് എത്തും. ഓക്കെ, പ്രീ ഹീറ്റിംഗ് നടക്കുന്നത് ഇവിടെ, പിന്നെ അത് സ്റ്റീം ചേംബറിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ അതിന്റെ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ അതിനുശേഷം നമ്മൾ എന്താക്കും? ഇതിന്റെ ബോട്ടത്തിലേക്ക് എത്തിക്കും. ഇവിടെ ബോട്ടത്തിൽ ഫെർദർ ഹീറ്റിംഗ് ഓഫ് ദ ക്യാൻസ് നടക്കും. ദെൻ അഗെയിൻ റിവേഴ്സ് ആട്ടോ, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് പ്രീ ഹീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, നമ്മുടെ വാട്ടറിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ വാട്ടറിലാണ് പ്രീ ഹീറ്റിംഗ് നടക്കുന്നത്. പ്രീ ഹീറ്റിംഗ് നടന്ന ശേഷം മേലേക്ക് പോയി ഈ മുകളിലുള്ള ചേംബേഴ്സിലാണ് സ്റ്റീം ഉള്ളത്. ആ സ്റ്റീമിൽ വെച്ചിട്ടാണ് ആക്ച്വൽ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. പിന്നെ അത് കൂളിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. ഫൈനലി സ്റ്റെറിലൈസേഷൻ ഇസ് കംപ്ലീറ്റ്. അതിനാണ് ഒരു ഹൈഡ്രോലോക്ക് സ്റ്റെറിലൈസർ വർക്ക് ചെയ്യുന്നത്. ദേ ആർ ഫ്ലെക്സിബിൾ. ദ അഡ്വാൻറ്റേജസ്, ദേ ആർ അഗെയിൻ ഫ്ലെക്സിബിൾ ആണ്. They are costly and large. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു കാര്യം, ലീക്കേജ് ഇൻ ദ റൊട്ടേറ്റിംഗ് വാൾവ് ഇസ് ഓൾസോ കോമൺ. ദാറ്റ് ഇസ് അനദർ ഡിസഡ്വാൻറ്റേജ്. ജസ്റ്റ് മനസ്സിലാക്കുക, ഹൈഡ്രോസ്റ്റാറ്റിക്കും ഹൈഡ്രോലോക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പോവുക. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, എങ്ങനെയാണ് അപ്പം കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്? ഇനി നമുക്ക് നോക്കാനുള്ളത് UHT സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അസെപ്റ്റിക് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. So, UHT sterilization or aseptic processing, it involves the production of commercially sterile product by pumping the product through a heat exchanger. To ensure long shelf life, the sterile product is packed into pre-sterilized containers in a sterile environment. An airtight seal is formed which prevents reinfection in order to provide a shelf life of at least 3 months at ambient temperature. Up to 6 months vare namukku vekkan vendi pattum. It has also been known for a long time that the use of high temperature for short time will result in less chemical damage to important nutrient and functional ingredients within food, thereby leading to an improvement in product quality. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ആ ഒരു പാരഗ്രാഫിൽ ഉള്ളത്. നമ്മൾ ഒക്കെ സ്റ്റെറൈൽ കണ്ടീഷനിലാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ പ്രീ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. ഒരു എന്താ പറയാ, നമ്മുടെ മിൽക്ക് ആണെങ്കിലും തന്നെ നമ്മൾ സ്റ്റെറൈൽ ആയിട്ടാണ് ഫിൽ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 months to up to 6 months വരെയൊക്കെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഹാസ് ഓൾസോ ബീൻ നോൺ ദാറ്റ്
ഓക്കെ. പിന്നെ നമ്മൾ ഈ UHT സ്റ്റെറിലൈസേഷൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഹൈ ടെമ്പറേച്ചർ വളരെ ഷോർട്ട് ടൈമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരു 135 to 150 ഡിഗ്രി സെൽഷ്യസ് അത്രയും ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും നമ്മൾ ഒരുപാട് നേരത്തേക്കൊന്നും കൊടുക്കുന്നില്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്കേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് കെമിക്കൽ ഡാമേജസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, ന്യൂട്രിയൻസും ലോസ് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഡാമേജുകളൊക്കെ വളരെ കുറവായിരിക്കും. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഉള്ള കുറച്ചുകൂടി ഹയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് UHT സ്റ്റെറിലൈസേഷൻ വഴി കിട്ടുന്നുണ്ടാവുക. In this process, milk is heated to 135 to 150 degrees Celsius for 4 seconds, generally in a plate or tubular heat exchanger. നമ്മൾ UHT സ്റ്റെറിലൈസേഷൻ കൂടുതലായിട്ടും ചെയ്യുന്നത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ അല്ലെങ്കിൽ ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചറിലാണ്. The milk, which is then almost sterile, has to be filled into containers for distribution. Filling has to be done aseptically. Ideally, heating and cooling should be as quick as possible. This applies only as long as product remains under aseptic condition. So it is necessary to prevent reinfection by packaging the product in previously sterilized packaging material under aseptic condition after heat treatment. അതായത് ഒരു തരത്തിലുള്ള ക്രോസ് കണ്ടാമിനേഷനോ എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ ഒരു സ്റ്റേജിലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇത് പ്രത്യേകം പാക്കേജിംഗ് മെറ്റീരിയൽ സ്റ്റെറൈൽ ആക്കി അതുപോലെ മിൽക്കും സ്റ്റെറൈൽ ആക്കി നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്യുമ്പോഴോ ഒന്നും നമുക്ക് ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻ വരാൻ പാടില്ല. എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത കാര്യമൊക്കെ വേസ്റ്റ് ആവും. ഓക്കെ, ഓരോ സ്റ്റേജിലും നമ്മളിത് അസെപ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. Any intermediate storage between treatment and packaging, that should also be under aseptic condition. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ജസ്റ്റ് നമ്മുടെ പ്രോസസ് ഒന്ന് നിന്നുപോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നതും അസെപ്റ്റിക് കണ്ടീഷനിലായിരിക്കണം. കാരണം അവിടെയും ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻ വരാൻ പാടില്ല. ദാറ്റ് ഇസ് വൈ UHT പ്രോസസിംഗ് ഇസ് ഓൾസോ കോൾഡ് അസെപ്റ്റിക് പ്രോസസിംഗ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അസെപ്റ്റിക് കണ്ടീഷനിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അസെപ്റ്റിക് പ്രോസസിംഗ് കൂടെ വിളിക്കുന്നത്. There are two main types of UHT system in the market. Direct UHT plants ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് UHT plants ഉണ്ട്. അപ്പൊ എന്താണ് ഡയറക്റ്റ് UHT പ്ലാന്റ് എന്ന് നോക്കാം. ഡയറക്റ്റ് UHT പ്ലാന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹീറ്റിംഗ് മീഡിയവും നമ്മുടെ പ്രൊഡക്റ്റും അതായത് മിൽക്കും ഇത് രണ്ടും കോൺടാക്റ്റിൽ വരുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് UHT പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റിലാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഹീറ്റിംഗ് മീഡിയവും മിൽക്കും കോൺടാക്റ്റിൽ വരില്ല, അവിടെ ഒരു കണ്ടക്ഷൻ ആണ് നടക്കുക. അതായത് എന്തെങ്കിലും ഒരു വാൾ അല്ലെങ്കിൽ ഒരു ബാരിയർ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവും. അങ്ങനത്തെ സെപ്പറേഷൻ ഇല്ലാത്ത പ്ലാന്റുകളെ നമ്മൾ ഡയറക്റ്റ് UHT പ്ലാന്റ് എന്ന് പറയും. സെപ്പറേഷൻ ഉള്ളൊരു പ്ലാന്റിനെയാണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് UHT പ്ലാന്റ് എന്ന് പറയും. അപ്പൊ ഈ ഡയറക്റ്റ് UHT പ്ലാന്റിന്റെ കാര്യം നോക്കാം. In direct system, the product comes in direct contact with the heating medium, followed by flash cooling in vacuum vessel, and eventually further indirect cooling to packaging temperature. This system is divided into two types again. Direct തന്നെ രണ്ട് തരത്തിലുണ്ട്. Steam injection system അതുപോലെ steam infusion system. Steam injection system എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീമിനെ പ്രൊഡക്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീം ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റിനെ സ്റ്റീം ഉള്ള ഒരു വെസലിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചില മാർക്കറ്റിലൊക്കെ എന്താ പറയാ ചില പുട്ടുപൊടിക്കൊക്കെ കണ്ടിട്ടുണ്ട് സ്റ്റീം ഇൻഫ്യൂഷൻ ചെയ്ത പുട്ടുപൊടി എന്നൊക്കെ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് ഒക്കെ പണ്ട് നമ്മൾ കാണാറില്ലേ. അതിൽ സ്റ്റീം ഇൻഫ്യൂഷൻ ടെക്നോളജി അതിന്റെ കവറൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം സ്റ്റീം ഇൻഫ്യൂഷൻ ടെക്നോളജിയാണ്. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റിലേക്ക് ആ പുട്ടുപൊടിയിലേക്ക് നമ്മൾ സ്റ്റീം ഇൻഫ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മള് എന്താ ഒന്നെങ്കിൽ സ്റ്റീം ഇൻജെക്ഷൻ അല്ലെങ്കിൽ സ്റ്റീം ഇൻഫ്യൂഷൻ ഉണ്ടാവും. സ്റ്റീം ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ വരുന്ന മിൽക്കിലേക്ക് നമ്മൾ സ്റ്റീം ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ സ്റ്റീം ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റീം ഫില്ലായിട്ടുള്ളൊരു ചേംബർ ഉണ്ടാവും, അതിലേക്ക് നമ്മൾ മിൽക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് മിൽക്ക് ഇൻ ടു സ്റ്റീം അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം ഇൻ ടു മിൽക്ക് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ആ പേര് തന്നെ നമുക്ക് കിട്ടും. ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റീം ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക, മിൽക്കിലേക്ക് സ്റ്റീം ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഓർത്താൽ മതി. പ്രോസസിംഗ് ഇസ് ത്രൂ സ്റ്റീം ഇൻ ടു മിൽക്ക് അറേഞ്ച്മെന്റ്. ഓക്കെ, ഇതിൽ സ്റ്റീം ഇൻജെക്ടർ ആണ് ഹാർട്ട് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റീം ഇൻജെക്ടർ ആണ്. ഇതിലാണ് സ്റ്റീം ഇൻജെക്ഷൻ സിസ്റ്റത്തിൽ ഹാർട്ട് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റീം ഇൻജെക്ടർ ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, പ്രീ ഹീറ്റഡ് മിൽക്ക് അറ്റ് 80 to 90 degrees Celsius, it will enter the injector nozzle from one side. Steam at slightly higher pressure enters the injector from the other side. As the steam mixes with milk, steam condenses and product is rapidly heated. ഇതാണ് ഇതിന്റെ ഒരു സിമ്പിൾ ഫിഗർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. High pressure steam is applied into the food product by steam injector, which raises the temperature rapidly. Then the product is flash cooled in vacuum condition. Since this method is energy intensive and causes flavor damage, it is suitable for limited food product only.
ഇനി ഇൻഫ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ ഇത് മിൽക്ക് ഇൻ ടു സ്റ്റീം അറേഞ്ച്മെന്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ടു സ്റ്റീമിനാണ് നമ്മൾ മിൽക്കിലേക്ക് ഇടുന്നത്, സ്റ്റീം ഇൻ ടു മിൽക്ക് ആണ്. പക്ഷെ ഇൻഫ്യൂഷനിൽ മിൽക്ക് ഇൻ ടു സ്റ്റീം ആണ്. ഓക്കെ, നമ്മളൊരു സ്റ്റീം ഇൻഫ്യൂസ് ആയിട്ടുള്ള ചേംബറിലേക്ക് മിൽക്കിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ദിസ് പ്രോസസിംഗ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചേംബർ ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് പ്രഷറൈസ്ഡ് സ്റ്റീം. നമുക്ക് കാണാം ഈ ഒരു ചേംബർ ഇത് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റീമിൽ ഫില്ല് ചെയ്തതാണ്. ഫുള്ള് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റീമാണ് ഈ ചേംബറിലേക്ക് ഉള്ളത്. അതിലേക്ക് മിൽക്ക് എന്റേഴ്സ് ദ ചേംബർ ഫ്രം ദ ടോപ്പ്. മിൽക്കിനെ നമ്മൾ ഇങ്ങനെ മുകളിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു സ്റ്റീം ഇൻഫ്യൂഷൻ സിസ്റ്റം. പ്രൊഡക്റ്റ് ഇസ് പമ്പ്ഡ് ത്രൂ എ ഡിസ്ട്രിബ്യൂട്ടിംഗ് നോസിൽ ഇൻടു ദ ചേംബർ ഓഫ് സ്റ്റീം വിത്ത് ഹൈ പ്രഷർ. മോർ സർഫസ് ഏരിയ ഓഫ് ദ പ്രൊഡക്റ്റ് ഇസ് എക്സ്പോസ്ഡ് ടു സ്റ്റീം ഇൻ ദ സിസ്റ്റം. നമ്മൾ ഒരു സ്പ്രേ ഡ്രയറിലൊക്കെ കാണുന്ന പോലെ ആറ്റമൈസ് ചെയ്തിട്ടാണ് പാലിനെ ചേംബറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ സർഫസ് ഏരിയ ഓഫ് പ്രൊഡക്റ്റിന് നമുക്ക് സ്റ്റീമിന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. So immediately after processing, flash cooling is applied to the product in a vacuum chamber. Infusion method is instant heating and cooling process. അപ്പൊ അതാണ് ഒരു ഇഞ്ചക്ഷൻ ടൈപ്പും ഇൻഫ്യൂഷൻ ടൈപ്പും. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഡയറക്റ്റ് UHT പ്ലാന്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ കണ്ടു നമ്മുടെ ഹീറ്റിംഗ് മീഡിയം, അതായത് സ്റ്റീമും മിൽക്കും കോൺടാക്റ്റിൽ വന്നിട്ടുണ്ട്, ഡയറക്റ്റ് കോൺടാക്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി ഇൻഡയറക്റ്റ് UHT പ്ലാന്റിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സ്റ്റീമും അല്ലെങ്കിൽ നമ്മുടെ ഹീറ്റിംഗ് മീഡിയവും മിൽക്കും തമ്മിലുള്ള കോൺടാക്ട് ഇൻഡയറക്റ്റ് UHT പ്ലാന്റിൽ ഉണ്ടാവില്ല. സോ ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് UHT പ്രോസസിംഗ് ഇസ് ഇൻഡയറക്റ്റ് ഹീറ്റിംഗ്. അപ്പൊ ഹീറ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് ദ പ്രോസസ്ഡ് പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ മിൽക്ക്, ഇറ്റ് വിൽ നെവർ കം ഇൻ ടു ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ ഹീറ്റിംഗ് മീഡിയം. ദർ ഇസ് ഓൾവേസ് എ വാൾ ഇൻ ബിറ്റ്വീൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്പറേറ്റിംഗ് വാൾ ഉണ്ടാവും, ഇതിന്റെ രണ്ടിനും നടക്കുന്ന ഒരു സെപ്പറേറ്റിംഗ് വാൾ ഉണ്ടാവും. ദിസ് ടെക്നിക് അപ്ലൈസ് ടു ഓൾ ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. In indirect system, the heat is transferred from heating media to a product through a partition. Okay, ഈ partition എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്ലേറ്റ് ആവാം അല്ലെങ്കിൽ ഒരു ട്യൂബുലാർ വാൾ ആവാം. അപ്പൊ എന്താണ് നമ്മുടെ പാർട്ടീഷൻ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പല ടൈപ്പ് ഇൻഡയറക്ട് സിസ്റ്റം അവൈലബിൾ ആണ്. പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ, സ്ക്രേപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഇൻഡയറക്ട് സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം ഇതിൽ ഏതാണ് ഒരു ഇൻഡയറക്ട് സിസ്റ്റം, ഒരു ഡയറക്ട് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ, സ്ക്രേപ്ഡ് സർഫസ്, അതുപോലെ ഇൻഫ്യൂഷൻ സിസ്റ്റം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ് ഡയറക്ട് ഏതാണ് ഇൻഡയറക്ട് എന്നൊക്കെ മനസ്സിലാക്കണം. So, indirect UHT plants are suitable choice for processing of milk, flavored milk product, cream, dairy dessert, yogurt, drink and other non-dairy applications such as juices, nectar, tea, etc. നമ്മുടെ ഡയറി ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. സോ നമുക്ക് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഇസ് എ ഫിഗർ ഓഫ് എ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. This resembles plate heat exchanger of HTST plant. നമ്മൾ HTST പാസ്ചറൈസേഷൻ കണ്ടപ്പം പഠിച്ച സമയത്ത് പഠിച്ചില്ലേ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ഏകദേശം അതേ സംഭവം തന്നെയാണ്. ഒരു ഇൻഡയറക്ട് സ്റ്റെറിലൈസേഷനിൽ വരുന്ന UHT പ്ലാന്റിന്റെയും സെയിം ഡിസൈൻ ആണ്. ഒരു നമുക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു സീരീസ് ഓഫ് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെയാണ് ഇവിടെ വരുന്നത്. Several rectangular stainless steel plate with corrugations are arranged in sequence. These plates are then mechanically tightened to hold together. നമ്മൾ മുന്നേ പഠിച്ചു ഗ്യാസ്കറ്റ് കൊടുക്കും ഇതിന്റെ ഇടയ്ക്ക് എന്നൊക്കെ പഠിച്ചില്ലേ, അതേ സെയിം സാധനം തന്നെ. This process solution is appropriate for products such as coffee, cream and evaporated concentrated milk. UHT sterilization in plate heat exchanger is the most commonly used indirect type UHT heat sterilization. It is capable of withstanding high pressure. ഒരു ഫിഗറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് നോക്കാം. ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻഡയറക്ട് ടൈപ്പ് ആണ്. അതിൽ രണ്ട് ടൈപ്പ് ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ വരുന്നുണ്ട്. ഒന്ന് കോൺസെൻട്രിക് ട്യൂബും മറ്റേത് ഷെൽ ആൻഡ് ട്യൂബും. ഓക്കെ, കോൺസെൻട്രിക് ട്യൂബ് നോക്കുകയാണെങ്കിൽ അതിൽ 2 or 3 സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ്സ് ഉണ്ടാവും വിച്ച് ഇസ് അറേഞ്ച്ഡ് വൺ ഇൻസൈഡ് ദി അതർ. Okay, so concentric tube type heat exchanger comprises of 2 or 3 stainless steel tube length put one inside the another. In shell and tube heat exchanger, shell and tube വളരെ നമുക്ക് അറിയുന്ന മോഡലാണ്. ഒരു സിംഗിൾ ലാർജ് ഷെൽ ഉണ്ടാവും, അതിൽ സീരീസ് ഓഫ് ട്യൂബ്സ് ഉണ്ടാവും. There will be 5 to 7 straight length of small tubes which is of 10 to 15 mm internal diameter which is assembled in an outer tube. Outer tube എന്ന് പറയുന്നത് ഒരു ഔട്ടർ ഷെല്ലിന്റെ ഉള്ളിൽ ഒരു 5-7 ട്യൂബ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നടക്കുന്നത്. A tubular system is chosen for UHT treatment of product with low or medium viscosity that may or may not contain particles or fiber. Soups, tomato product, fruit and vegetable product, certain puddings and desserts are examples of medium viscosity product well suited to treat in tubular concept. Tubular systems are also frequently utilized when long processing time are required for ordinary milk product. Okay.
സോ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടുതൽ ഏതിനാണ് പറഞ്ഞത്? കോഫി ക്രീമിനും ഇവാപറേറ്റഡ് കോൺസെൻട്രേറ്റഡ് മിൽക്കിനും. ഓക്കെ, ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ ഏതിനൊക്കെയാ പറഞ്ഞത്? മീഡിയം വിസ്കോസിറ്റി ഉള്ള പ്രൊഡക്ട്സിന്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഫൈനലി നമുക്കുള്ളതാണ് സ്ക്രേപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അതായത് നമുക്ക് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി സ്ക്രേപ്പേഴ്സ് കൊടുത്തിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഓക്കെ, ദിസ് ഇസ് മോർ സൂട്ടബിൾ ഫോർ ഹൈ വിസ്കോസിറ്റി ഫുഡ് പ്രോഡക്റ്റ്. ഓക്കെ, ജസ്റ്റ് നോക്കാം. സ്ക്രേപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ ദ മോസ്റ്റ് സൂട്ടബിൾ ടൈപ്പ് for treatment of high viscosity food product with or without particles. It is a very specialized type of heat exchanger. It consists of a jacketed cylinder. A shaft passes along the axis of the cylinder. The shaft is supported by bearings at both ends of the cylinder. The shaft also carries several scraper blades. As the shaft rotates, scraper blades provide turbulence and physically remove the product from the surface of the wall. Okay, ഒരു ജാക്കറ്റഡ് സിലിണ്ടർ ഉണ്ടാവും, അതിനൊരു ഷാഫ്റ്റ് ഉണ്ടാവും, ഒരു ആക്സസിൽ ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, ഷാഫ്റ്റില് സ്ക്രേപ്പർ ബ്ലേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ ചെയ്യാം? നമ്മുടെ സ്ക്രേപ്പർ ബ്ലേഡുകൾ നമ്മുടെ ജാക്കറ്റഡ് സിലിണ്ടറിന്റെ സൈഡ്സിലൊക്കെ ഉള്ള പ്രൊഡക്റ്റിനൊക്കെ ഈ ഒരു സ്ക്രേപ്പർ കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് ഒരു സ്ക്രേപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് direct and indirect method of UHT sterilization പറ്റിയാണ്. ഓക്കെ, രണ്ട് ടൈപ്പ് UHT sterilization ഉണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റിൽ നമ്മൾ പഠിച്ചത് സ്റ്റീം ഇഞ്ചക്ഷനും സ്റ്റീം ഇൻഫ്യൂഷനും. ഡയറക്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റിംഗ് മീഡിയം ആയിട്ട് മിൽക്ക് കോൺടാക്റ്റിൽ വരുന്നതാണ് ഡയറക്റ്റ് UHT സിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റീം ഇഞ്ചക്ഷൻ നമ്മൾ പഠിച്ചു, സ്റ്റീം ഇൻടു മിൽക്ക് ആണ്. ഇൻഫ്യൂഷൻ നമ്മൾ പഠിച്ചു, മിൽക്ക് ഇൻടു സ്റ്റീം ആണ്. പിന്നെ നമ്മൾ നോക്കിയത് ഇൻഡയറക്റ്റ് ആണ്. അതിന് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടുതലായിട്ടും ഡയറി പ്രൊഡക്റ്റിന് യൂസ് ചെയ്യുന്നത്, മിൽക്കിന് യൂസ് ചെയ്യുന്നത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് കണ്ടു. പിന്നെ ട്യൂബുലാർ ഉണ്ട്, സ്ക്രേപ്ഡ് സർഫസ് ഉണ്ടെന്ന് കണ്ടു. ട്യൂബുലാർ നമ്മൾ യൂസ് ചെയ്തത് മീഡിയം വിസ്കോസിറ്റി പ്രൊഡക്റ്റിനും, സ്ക്രേപ്ഡ് സർഫസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ വിസ്കോസിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റിനാണെന്നാണെന്നും കണ്ടു. ഇത്രയും കാര്യമാണ് നമ്മൾ ഇത്രയും നോക്കിയത്. ഇനി ഒരു UHT ക്ലാസിഫിക്കേഷന്റെ ഒരു കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ. സ്റ്റീം ബേസ്ഡ് സിസ്റ്റം, അതുപോലെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ ഹോട്ട് വാട്ടർ ഉപയോഗിക്കാം, അതുപോലെ ഇലക്ട്രിസിറ്റിയും യൂസ് ചെയ്യാം. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് വേണ്ടത് കൂടുതലായിട്ടും സ്റ്റീം ആണ്. അതിൽ നമ്മൾ ഇൻഡയറക്റ്റും ഡയറക്റ്റും. ഇൻഡയറക്റ്റില് പ്ലേറ്റ്, ട്യൂബുലാർ, സ്ക്രേപ്ഡ് സർഫസ്. ഡയറക്റ്റില് സ്റ്റീം ഇൻഫ്യൂഷൻ, സ്റ്റീം ഇഞ്ചക്ഷൻ. ഹോട്ട് വാട്ടറിലും ഇതേപോലെ തന്നെ ഇൻഡയറക്റ്റും ഡയറക്റ്റും ഹീറ്റ് എക്സ്ചേഞ്ചർ അവൈലബിൾ ആണ്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടും നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അത് കണ്ടക്റ്റീവ് ടൈപ്പ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടൈപ്പ് വിത്ത് ഇലക്ട്രിക്കൽ എലമെന്റ്സ് ഉണ്ട്, അതുപോലെ ഫ്രിക്ഷൻ ടൈപ്പ് ഉണ്ട്. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, ഇലക്ട്രിസിറ്റി നമുക്ക് വേണ്ട, സ്റ്റീമിലുള്ളത് നോക്കിയാൽ മതി. അപ്പൊ എത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്നുള്ള ടോപ്പിക് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി, അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പാക്കേജിംഗ് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ട്, അത് ഞാൻ ഇതായിട്ട് തന്നെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെറിലൈസേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും സ്ലൈഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ നമുക്ക് പാക്കേജിങ്ങും കൂടി, ചെറിയൊരു ടോപ്പിക്കാണ് പാക്കേജിങ്, അതും കൂടി ഇന്നത്തെ ഒരു ക്ലാസ് ഒരു 10 minutes കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഏതെങ്കിലും പറയണോ? ഇനി ബാച്ച് മെത്തേഡ് പഠിച്ചു, കണ്ടിന്യൂസ് മെത്തേഡ് പഠിച്ചു. കണ്ടിന്യൂസിൽ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക്, ഹൈഡ്രോ ലോക്ക്, ഇൻക്യാൻ പഠിച്ചു. ബാച്ചിൽ നമ്മൾ ഇമ്പോർട്ടന്റ് സ്റ്റെറിലൈസേഷൻ ആണെന്ന് പഠിച്ചു. അതിന്റെയൊക്കെ ടെമ്പറേച്ചേഴ്സ് പഠിച്ചു. പിന്നെ നമ്മൾ UHT പോയി. UHT ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും പറഞ്ഞു. എല്ലാ സ്റ്റെറിലൈസേഷൻ മെത്തേഡും നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ അസെപ്റ്റിക് പാക്കേജിങ്. അസെപ്റ്റിക് പാക്കേജിങ്ങിലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തപ്പോ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അസെപ്റ്റിക് UHT ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അസെപ്റ്റിക് കണ്ടീഷനിൽ ഫില്ല് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്തത്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും നോക്കി പോവാം. Aseptic packaging has been defined as a procedure consisting of sterilization of the packaging material or container, filling with a commercially sterile product in an aseptic environment, and producing containers that are tight enough to prevent recontamination. That is, they are hermetically sealed. നമ്മൾ പറഞ്ഞ കാര്യമാണ്. പാക്കേജിംഗ് മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്തു, നമ്മുടെ ഫില്ലിംഗ് ചെയ്യാനുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു, ഇതിനെ രണ്ടിനെയും കമേഴ്ഷ്യലി സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഇനി ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ഹെർമെറ്റിക്കലി അതിനെ സീൽ ചെയ്ത് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. The term aseptic implies the absence or exclusion of any unwanted organism from the product, package, or other specific areas. For product with long non-refrigerated shelf life, the package must also give almost complete protection against light and atmospheric oxygen.
ഇനി ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസിംഗ് മീഡിയം. നമ്മൾ അസെപ്റ്റിക് പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയം ഉപയോഗിക്കാം. ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീം, അല്ലെങ്കിൽ ഡ്രൈ എയർ, അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ്, അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ, അല്ലെങ്കിൽ അയണൈസിംഗ് റേഡിയേഷൻ, ഇതൊക്കെയാണ് ഫിസിക്കൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെറിലൈസേഷൻ മീഡിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മീഡിയം ഉണ്ട്. കെമിക്കൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മീഡിയം എന്ന് പറയുന്നത് എത്തിലീൻ ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെയാണ് കെമിക്കൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെറിലൈസിംഗ് മീഡിയം. സോ ഈ ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയം ഒന്നും കൂടെ നോക്കാം. മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ സ്റ്റീം. Steam under pressure അല്ലെങ്കിൽ hot water is the most simple and reliant sterilant for high sterilization efficiency in a short time. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റീം അണ്ടർ പ്രഷർ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറിനെക്കാട്ടും നല്ല സ്റ്റെറിലൈസിംഗ് ഏജന്റ് ആണ് സ്റ്റീം. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. Hot air is generally used to sterilize this closed space where filling of milk take place. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ഹീറ്റഡ് ടു 300 ഡിഗ്രി സെൽഷ്യസ് മേ ബി ടേക്കൺ ടു ദ ഏരിയ സറൗണ്ടിങ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് യൂസ്ഡ് ഫോർ സീലിംഗ് ദ പാക്കേജ്. ഈ ഡ്രൈ എയർ ആണെങ്കിൽ 330 to 350 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡ്രൈ എയറിനെ നമുക്ക് സ്റ്റെറിലൈസിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിംഗ് ദ മിൽക്ക് ഫില്ലിംഗ് ട്യൂബ്. ഓക്കെ, മിൽക്ക് ഫില്ലിംഗ് ട്യൂബ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രൈ എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 330 to 350 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി സ്റ്റെറിലൈസ്ഡ് എയർ 180 to 200 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റെറിലൈസ്ഡ് എയർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇവാപറേറ്റിംഗ് റെസിഡ്വൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വിച്ച് ഇസ് എ കെമിക്കൽ സ്റ്റെറിലന്റ് ഫ്രം ദ പാക്കേജ്. ഓക്കെ, നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയലിൽ ഒക്കെ എന്തെങ്കിലും ഒരു കെമിക്കൽ എക്സ്പോഷർ ഉണ്ട്, നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എയർ ഉപയോഗിക്കാം. ആ എയറിന്റെ ടെമ്പറേച്ചർ ആണ് ഈ പറഞ്ഞ 180 to 200 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എന്താണ് നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയലിന് ഈ കെമിക്കൽ റെസിഡ്യൂസിനെ കളയാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസ്ഡ് എയറിന്റെ ടെമ്പറേച്ചർ ആണ് 180 to 200 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ഈ 330 to 350 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴാണ് ഉപയോഗിക്കുക? നമുക്ക് മിൽക്ക് ഫില്ലിംഗ് ട്യൂബുകൾ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 330 to 350 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ നമുക്ക് അൾട്രാവയലറ്റ് റേഡിയേഷനും ഉപയോഗിക്കാം. UV റേസ് ഉപയോഗിച്ചിട്ടും സ്റ്റെറിലൈസ് ചെയ്യാം. UV rays of optimum wavelength 250 nanometer alone is a very effective sterilizing medium for aseptic packaging unit. Two major reasons are intense. നമ്മൾ ഇത് എന്താ പറയാ, ഒരു നല്ലൊരു മീഡിയം അല്ല അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ the intensity of radiation is not uniform on the entire packaging surface. അതുപോലെ തന്നെ any bacteria adhering to the package could be protected by dirt or dust particle which is present on the surface. UV radiation are therefore used as a complementary sterilizing medium. നമ്മൾ ഒരു സ്റ്റെറിലൈസേഷൻ ഓൾറെഡി ചെയ്തു, എന്തോ ഒരു കാര്യം വെച്ചിട്ട് സ്റ്റീം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു, വീണ്ടും നമുക്ക് ഒന്നും കൂടി സ്റ്റെറിലൈസ് ചെയ്യണം. ആ ഒരു കേസിലൊക്കെ മാത്രമേ നമ്മൾ UV റേസ് ഉപയോഗിക്കുകയുള്ളൂ. കാരണം UV റേസ് അത്ര നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെറിലൈസിങ് മീഡിയം അല്ല. രണ്ട് റീസൺസ് ആണ് അതിന് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ പോർഷനിലും കിട്ടുന്ന റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ തറോ ആയിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഒക്കെ ഏതെങ്കിലും ഒരു ഡസ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ വെച്ചിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് UV റേസിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ UV റേസ് അത്ര നല്ലൊരു സോഴ്സ് ഓഫ് സ്റ്റെറിലൈസിംഗ് മീഡിയം അല്ല. ഫൈനലി നമുക്കുള്ള ഒരു ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയം ആണ് അയോണൈസിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഗാമ റേസ്, നമ്മൾ ഈ റേഡിയേഷൻ ഇടയ്ക്കോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗാമ റേസ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ ഗാമ റേസ് നമുക്ക് സ്റ്റെറിലൈസിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യാം. ഗാമ റേസ് ആർ ഓഫൻ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിംഗ് പാക്കേജിംഗ് മെറ്റീരിയൽ അൺഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. യൂഷ്വലി 2.5 മെഗാറാഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അയോണൈസിംഗ് റേഡിയേഷന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ചില ബുക്സിൽ 1.5 മെഗാറാഡ് എന്ന് കാണാം. 1.5 to 2.5 ആ ഒരു ഇന്റൻസിറ്റി ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കെമിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയംസും അവൈലബിൾ ആണ്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയംസ് ആണ് എത്തിലീൻ ഓക്സൈഡ്, അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ്. എത്തിലീൻ ഓക്സൈഡ് ആണെങ്കിൽ അതിന് സ്ലോ സ്പോറിസൈഡൽ ആക്ഷൻ ആണ്. ഇറ്റ് ഇസ് സംടൈംസ് യൂസ്ഡ് ആസ് പ്രീ സ്റ്റെറിലൈസേഷൻ ഏജന്റ്. ഓക്കെ, നമുക്ക് സ്റ്റെറിലൈസേഷൻ മുന്നേ ഇനീഷ്യലി ഒരു കുറച്ച് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന്റെ സ്പോറിസൈഡൽ ആക്ഷൻ വളരെ സ്ലോ ആണ്. സോ നമുക്ക് പ്രീ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് ethylene oxide യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ മൈക്രോബിയൽ ലോഡ് ഓൺ പാക്കേജിംഗ് ഫിലിം സോ ദാറ്റ് എ ഷോർട്ട് ടൈം ഇസ് റിക്വയർഡ് ഫോർ ഫൈനൽ സ്റ്റെറിലൈസേഷൻ. ഇനി അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും നമുക്കൊരു കെമിക്കൽ സ്റ്റെറിലൈസേഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യാം. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ സ്പോറിസൈഡൽ എഫക്ട് വളരെ കുറവാണ്. However, with increasing the application temperature and concentration, ഒരുപാട് കോൺസെൻട്രേഷനിൽ അതുപോലെ
നമ്മൾ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ഈ ഒരു സ്റ്റെറിലൈസറിന്റെ പെർഫോമൻസും നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ സ്റ്റെറിലൻ ഫോർ അസെപ്റ്റിക് പാക്കേജിംഗ് സിസ്റ്റം. കെമിക്കൽ സ്റ്റെറിലൻസിൽ ഏറ്റവും accepted ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള സ്റ്റെറിലന്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ പാക്കേജ് എയ്തർ ബൈ ഡിപ്പിംഗ് ഓർ സ്പ്രേയിങ്. രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യാം നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയൽ, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. The most successful combination of sterilizing medium used in commercial aseptic packaging unit are H2O2, അതായത് hydrogen peroxide coupled with heat supplied by radiant heating element. നമ്മൾ പഠിച്ചു ഈ H2O2 നമ്മളെ ഹൈഡ്രജൻ പെറോക്സൈഡിന് അത്ര നല്ല സ്പോറിസൈഡൽ എഫക്ട് ഒന്നും ഇല്ലാന്ന്. പക്ഷെ നമ്മൾ ഇൻ കോമ്പിനേഷൻ വിത്ത് ഹീറ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പോറിസൈഡൽ എഫക്ട് നമുക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പറ്റും. Some packaging system also use a combination of hydrogen peroxide and UV radiation. സോ അത്രയ്ക്കാണ് കെമിക്കൽ സ്റ്റെറിലൈസിംഗ് മീഡിയത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഏതൊക്കെയാണ്? എഥിലീൻ ഓക്സൈഡ് കണ്ടു, ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടു. ഇത് രണ്ടിലും സ്പോറിസൈഡൽ ആക്ഷൻ കുറവാണെന്ന് കണ്ടു. പ്രീ സ്റ്റെറിലൈസേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടു. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു അസെപ്റ്റിക് പാക്കേജിംഗ് സിസ്റ്റത്തിലെ സ്റ്റെറിലന്റ് എന്ന് കണ്ടു. നമുക്കിത് കോമ്പിനേഷൻ ആയിട്ടും ഇത് യൂസ് ചെയ്യാം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡും UV റേഡിയേഷനും കമ്പൈൻ ചെയ്യാം, ഹൈഡ്രജൻ പെറോക്സൈഡും ഹീറ്റും കമ്പൈൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ പറയാനായിട്ടുള്ളത്. ഈ ടൈപ്പ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽ ഏതൊക്കെയാന്ന് നോക്കാം. പല പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇപ്പൊ. അതിൽ മെറ്റൽ കണ്ടെയ്നേഴ്സ് ഉണ്ട്, ലാമിനേറ്റ്സ് അല്ലെങ്കിൽ കാർട്ടൺസ് ഉണ്ട്, നമ്മൾ നേരത്തെ ബോട്ടിൽസിനെ പറ്റി കണ്ടു. അങ്ങനെ പല ടൈപ്പ് ഓഫ് നമ്മുടെ ടെട്രാ പാക്കുകൾ ഉണ്ട്, പ്ലാസ്റ്റിക് ഫിലിംസ് ഉണ്ട്, മോൾഡഡ് ഗ്ലോ മോൾഡഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതും കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് മെറ്റൽ കണ്ടെയ്നേഴ്സ്. മെറ്റൽ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസ് മെയ്ഡ് ഓഫ് ടിൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഡ്രോൺ അലൂമിനിയം. ഓക്കെ, ദേ ആർ ജനറലി യൂസ് ഫോർ പാക്കേജിംഗ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ വിസ്കസ് ലിക്വിഡ് ആൻഡ് ചങ്ക് ഇൻ ഗ്രേവി ടൈപ്പ് പ്രൊഡക്റ്റ്. നമ്മൾ കാണാറില്ലേ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ വാങ്ങുന്ന മിൽക്ക് മെയ്ഡ്സ് ഒക്കെ കാണാറില്ലേ, അതിന്റെ ഒരു ക്യാൻസ് കണ്ടിട്ടില്ലേ, അതാണ് ഈ മെറ്റൽ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ. ടിൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഡ്രോൺ അലൂമിനിയം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് ഈ മെറ്റൽ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിന് മാത്രമല്ല പല വിസ്കസ് ലിക്വിഡ്സിനും നമ്മൾ ഇത് കാണാറുണ്ട്. ചില ടിൻഡ് ട്യൂണ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫിഷ് പ്രോഡക്റ്റ്, മീറ്റ് പ്രോഡക്ട്സ് ഒക്കെ വരാറില്ലേ. അതുപോലെ ഏതെങ്കിലും ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള കറി, റെഡി ടു സെർവ് കറീസ് ഒക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ക്യാൻസിൽ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മെറ്റൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം. ബട്ട് ദീസ് ആർ വെരി എക്സ്പെൻസീവ് ആൻഡ് അൺസൂട്ടബിൾ ഫോർ ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് ലൈക്ക് ലിക്വിഡ് മിൽക്ക്. വെറും നമുക്ക് കുറച്ച് പാലിന് വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മിൽക്ക് ഡെയിലി യൂസിനുള്ള ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും പൈസ കുറഞ്ഞിട്ട് നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കോമോഡിറ്റിയാണ്. അപ്പൊ ഈ മെറ്റൽ കണ്ടെയ്നറിൽ വരിക എന്ന് പറയുന്നത് നമുക്ക് അത്ര ഒരു ഫീസിബിൾ അല്ല. അപ്പം ഈ കണ്ടൻസ്ഡ് മിൽക്ക് പോലുള്ള കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് മാത്രമേ മെറ്റൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. ദേ ആർ ബൾക്കി ആൻഡ് റിക്വയർ ലാർജ് സ്റ്റോറേജ് ആൻഡ് ഷിപ്മെന്റ് സ്പേസ്. The empty cans are carried in a conveyor to a tunnel for sterilization with superheated steam with glass frame at atmospheric pressure and require about 40 to 45 seconds. The cans are then moved to filling chamber for product filling. Can lids are separated, sterilized, placed on the can and seams sealed. The can sterilizing, filling and sealing zones are sterilized before filling begins with the same mixture of superheated steam and ഇതൊക്കെ നമ്മുടെ അസെപ്റ്റിക് കണ്ടീഷന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട. മാനുഫാക്ചറിംഗ് ഓഫ് UHT മിൽക്ക്. Okay, manufacturers of UHT milk who want to impress the consumer with the advantage of new technology therefore do not prefer to use cans which are so identified with the old technology. അതായത് ഈ UHT മിൽക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടെക്നോളജിയാണ്. അപ്പൊ ഈ UHT പ്രോസസ് ചെയ്ത മിൽക്ക് ഒന്നും ക്യാൻസിൽ കൊടുക്കാൻ മാനുഫാക്ചറേഴ്സിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഒരു ന്യൂ പ്രോഡക്റ്റ് ഒരു പഴയ ഫാഷൻ ടെക്നോളജിയിൽ വരാൻ ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് മെറ്റൽ കണ്ടെയ്നേഴ്സ് ഒന്നും അവരങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ അവർ കുറച്ചും കൂടി നല്ലൊരു പാക്കേജിംഗ് മോഡിൽ കൊടുക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. അപ്പം ഇംപ്രൊവൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെ വന്നിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ് ഈ പറഞ്ഞ ലാമിനേറ്റ്സ് അല്ലെങ്കിൽ കാർട്ടൺ അല്ലെങ്കിൽ ഫോം ഫിൽ സീൽസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കാണാറില്ലേ അമൂലിന്റെ ഒക്കെ ടെട്രാ പാക്കുകൾ, ഇതുപോലത്തെ ഈ പിക്ചറിൽ കണ്ട പോലത്തെ ടെട്രാ പാക്ക്, നമുക്ക് മൂടി തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കട്ടിയുള്ള പാക്സിൽ വരില്ലേ, അതിനാണ് നമ്മൾ ടെട്രാ പാക്ക് അല്ലെങ്കിൽ ഫോം ഫിൽ സീൽ എന്നൊക്കെ പറയാം. അപ്പം ഇപ്പൊ മാനുഫാക്ചറേഴ്സ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലാമിനേറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ലാമിനേറ്റ്സ് അല്ലെങ്കിൽ കാർട്ടൺസ് അവൈലബിൾ ആണ്. ഡിഫറെന്റ് ലെയർ ഓഫ് ഫ്ലെക്സിബിൾ ഫിലിം ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽ. അതായത് ഈ ഒരു
ഫോയിൽ നമ്മൾ ഈ ഒരു ടെട്രാ പാക്ക് നമ്മളൊന്ന് ക്രോസ് സെക്ഷനിലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് പല പല ലെയറുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലാമിനേറ്റ് ആണ്. അതായത് പേപ്പറിന്റെ ലെയർ ഉണ്ടാവും, പോളിത്തീന്റെ ലെയർ ഉണ്ടാവും, അലൂമിനിയം ഫോയിലിന്റെ ലെയർ ഉണ്ടാവും, അങ്ങനെ പല ലെയേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ ലെയർ ഓരോരോ ലെയർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പല പല ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പോളിത്തീൻ ലെയർ കൊടുത്താൽ വാട്ടർ വേപ്പർ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ പറ്റും, ബേസ്റ്റ് സ്ട്രെങ്ത് കുറയ്ക്കുന്ന ലെയേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ അതിന്റെ പ്രോപ്പർട്ടീസ് കൂട്ടാൻ വേണ്ടിയിട്ട് പല പല ലെയറിലായിരിക്കും ഈ ഒരു ലാമിനേറ്റ്സ് ഉണ്ടാക്കിയിരിക്കുക. അത് തന്നെ 3 പ്ലൈ ഉണ്ടാവും, 4 പ്ലൈ ഉണ്ടാവും, അല്ലെങ്കിൽ 5 പ്ലൈ ഉണ്ടാവും. ഓക്കെ, വിച്ച് ഇസ് യൂസ് ഫോർ പ്രൊഡക്റ്റ് ലൈക്ക് മിൽക്ക്, ക്രീം, ഫ്രൂട്ട് ജ്യൂസ്, സൂപ്പ് എക്സെട്ര. ദീസ് ലാമിനേറ്റ്സ് ആർ സപ്ലൈഡ് ആസ് ഫിലിം റോൾ വിച്ച് ക്യാൻ ബി മൗണ്ടഡ് ഓൺ FFS മെഷീൻ. ഓക്കെ, ഒരു ഫിലിം ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഫോം ഫിൽ സീൽ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് വേണ്ട ഒരു ഷേപ്പിലേക്ക് ഇതിനെ ആക്കി കിട്ടുന്നത്. Alternatively, carton mades of laminates are supplied as pre-formed blanks which are assembled into cartons for filling and sealing at the top. ഇനി ഈ ഒരു ഇതിന്റെ ലെയർ നോക്കാം. നമ്മൾ കണ്ടു ഒരു 4-5 ലെയർ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കണ്ടു. അതിൽ ഓരോ ലെയറിന്റെ പേർപ്പസ് എന്താണെന്ന് നോക്കാം. Carton type tetra pack made of 3 basic materials such as polythene, aluminum, paper board. നമ്മൾ പറഞ്ഞു polythene ലെയർ ഉണ്ടാവും, അലൂമിനിയം ഫോയിൽ ഉണ്ടാവും, പേപ്പർ ബോർഡ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഈ സെയിം മെറ്റീരിയലിന്റെ ഒരു 4-5 അല്ലെങ്കിൽ 7-6 അത്രയും നമ്പർ ഓഫ് ലെയേഴ്സ് ആണ് ഇതിൽ കൊടുക്കുന്നത്. ഓരോ ലെയറിന്റെയും കാര്യം എന്താണെന്നുള്ളത് നോക്കാം. All the layers together provide convenient, safe and lightweight pack for the consumer. നിങ്ങൾ ഈ ഒരു ടെട്രാ പാക്ക് ക്ലോസ്ലി നിങ്ങൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഏറ്റവും പുറമെയുള്ള ലെയർ എന്ന് പറയുന്നത് പോളിത്തിലീൻ ആയിരിക്കും. ഓക്കെ, ഒരു 15% എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ ഈ പോളിത്തിലീൻ ആയിരിക്കും. അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറിനായിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും മോയ്സ്ചർ പുറത്തുനിന്നുള്ളത് അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ പോളിത്തീൻ ലെയർ ഏറ്റവും ഔട്ടിൽ കൊടുക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഗ്യാസോ മൈക്രോ ഓർഗാനിസമോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പാക്കിനെ ടൈറ്റ് ആയിട്ട് ഈ ഫുൾ ലെയേഴ്സിനെയും കൺസീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഔട്ടർ ലെയർ നമ്മൾ പോളിത്തീൻ കൊടുക്കുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലെ ലെയർ, ഈ പോളിത്തീന്റെ ലെയറിന്റെ തൊട്ട് ഉള്ളിലുള്ള ലെയർ എന്ന് പറയുന്നത് പേപ്പർ ആയിരിക്കും. അതൊരു 80% എന്ന് പറയുന്നത് പേപ്പർ ആയിരിക്കും. ഈ പേപ്പർ നമ്മൾ കൊടുക്കുന്നത് അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എഴുതണം, എന്താണ് മാനുഫാക്ചർ ചെയ്തത്, എവിടെയാണ്, അതിന്റെ ഇൻഗ്രീഡിയൻസ്, ആ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഒരു പേപ്പറിന്റെ ലെയർ കൊടുക്കുന്നത്. ഈ ഒരു പ്രിന്റിംഗ് മാത്രമല്ല, അതിന് സ്റ്റിഫ്നെസ് കൊടുക്കാനും സ്റ്റെബിലിറ്റി കൊടുക്കാനും സ്ട്രെങ്ത് കൊടുക്കാനും കൂടി ഈ പേപ്പർ ലെയർ ഹെൽപ്പ് ചെയ്യും. പേപ്പർ ലെയറിന്റെ ഉള്ളിലുള്ള ലെയർ എന്ന് പറയുന്നത് അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിലാണ് നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള എയറിനോ ലൈറ്റിനോ ഓഫ് ഫ്ലേവറിനോ ഒക്കെ ഉള്ള ഡീറ്റീരിയറേഷൻ പ്രിവെന്റ് ചെയ്യുക ഈ ഒരു അലൂമിനിയം ഫോയിൽ ആണ്. The 2 sides of aluminum foil is layered with polyethylene for adhesion purpose. അതായത് ഇങ്ങനെ ഒരു 3 ലെയർ ആയിട്ടല്ല നമ്മൾ അലൂമിനിയം ഫോയിലിന് 2 സെക്ഷൻ ഓഫ് അലൂമിനിയം ഫോയിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ പോളിത്തീൻ വെച്ചിട്ട് ഒരു അഡ്ഹഷൻ കൊടുക്കാൻ, ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഈ അലൂമിനിയം ഫോയിൽസിന്റെ ഇടയിലൊക്കെ പോളിത്തീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഏറ്റവും ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മളെ പോളിത്തീന് ലിക്വിഡിനൊക്കെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ അഡ്ഹഷന് വേണ്ടിയിട്ട് ഒരു ലെയർ കൊടുക്കും, അതിനുള്ളിൽ അലൂമിനിയം ഫോയിൽ കൊടുക്കും. അലൂമിനിയം ഫോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജനും ഫ്ലേവറും ലൈറ്റും ഒക്കെ അത് കൺട്രോൾ ചെയ്യും. പിന്നെ നമ്മൾ അഡ്ഹഷന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു പോളിത്തീൻ വെച്ചിട്ട് വീണ്ടും ഒരു അഡ്ഹഷൻ കൊടുക്കും, അതിനുള്ളിൽ പേപ്പർ വെക്കും. പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി സ്ട്രെങ്ത് കിട്ടും. ഏറ്റവും ടോപ്പ് ലെയർ എന്ന് പറയുന്നത് മോയ്സ്ചർ ഒന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പോളിത്തീനിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഒരു ടെട്രാ പാക്കിന്റെ ലെയർ ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് പ്ലാസ്റ്റിക് ഫിലിംസിനെ പറ്റിയിട്ടാണ്. പ്ലാസ്റ്റിക് ഫിലിംസ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ബ്ലാക്ക് ആൻഡ് ട്രാൻസ്പെറന്റ് പോളിത്തീൻ ഫിലിംസ് ആർ co-extruded for packaging of UHT processed milk intended for 2 to 3 weeks shelf life. നോർമൽ നമ്മൾ പാലിന്റെ പാക്കറ്റ് കിട്ടുന്ന ആ ഒരു സംഭവം. ഓക്കെ, the co-extruded film protect the product against light but not oxygen. ഓക്കെ, നമുക്ക് അതൊരു 2 to 3 weeks ഒക്കെ ഷെൽഫ് ലൈഫ് ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ലെയറിന്. അപ്പൊ ഈ പാക്കേജിംഗ് മെഷീൻസ് ഓൾസോ നീഡ് ടു ഓപ്പറേറ്റ് അറ്റ് നോട്ട് മോർ ദാൻ 45 to 50 degrees Celsius ഫില്ലിംഗ് എൻവയൺമെന്റ്. അത് കൂടുതലൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഈ ഒരു പാക്കേജിന് പറ്റില്ല. co-extrusion of polyvinyl chloride or ethylene vinyl chloride with black or white polyethylene film is also used as packaging film. ആ മെറ്റീരിയൽസ് പഠിക്കാം. polyvinyl chloride അതുപോലെ തന്നെ ethylene vinyl chloride. ഓക്കെ, അതൊക്കെയാണ് പിന്നെ യൂസ് ചെയ്യുന്ന പാക്കേജിംഗ് മെറ്റീരിയൽ. Such a combination imparts protection against oxygen as well as light and shelf life of milk can be extended up to 3 months. ഈ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 മാസം വരെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. Other form of packaging materials are pre-formed package of different size and shape which is used for aseptic packaging of value added dairy product. അതായത് നമ്മുടെ blow molded plastic bottles which is made of polyethylene or polypropylene. They are cheap substitutes. However, they are transparent and permeable to oxygen. So, നമ്മൾ പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽ കണ്ടു. മെറ്റൽ കണ്ടെയ്നേഴ്സിനെ പറ്റി കണ്ടു, കാർട്ടൺസിനെ പറ്റി കണ്ടു,
അതിന്റെ ലെയേഴ്സിനെ പറ്റി കണ്ടു, ടെട്രാപാക്കിംഗ് ലെയറിനെ പറ്റി കണ്ടു, പ്ലാസ്റ്റിക് ഫിലിംസിനെ പറ്റി കണ്ടു, ഫൈനലി ലോ മോഡഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസിനെ പറ്റിയിട്ടും നോക്കി. ലാസ്റ്റ് ജസ്റ്റ് ലോസ് ഓഫ് ന്യൂട്രിയൻ ഡ്യൂറിംഗ് സ്റ്റെറിലൈസേഷൻ നോക്കാം. ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് പാസ്ചറൈസ്ഡ് ആൻഡ് UHT സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ചേഞ്ചസ് ലിറ്റിൽ ബൈ ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡ്യൂറിംഗ് സ്റ്റോറേജ്. നമ്മൾ പറഞ്ഞു UHT നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഷോസ് സംവാട്ട് ഗ്രേറ്റർ ലോസ് ഓഫ് ന്യൂട്രീറ്റീവ് വാല്യൂ. ഇൻ ബോട്ടിൽ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സമയം, ഒരു 15 to 30 മിനിറ്റ്സ് നമ്മളൊരു ഹൈ ടെമ്പറേച്ചറിന് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻ ബോട്ടിൽ ലോസ് കുറച്ചും കൂടി കൂടുതലാണ് UHT കമ്പയർ ചെയ്യുമ്പോൾ. Of special importance are the decrease in available lysine and total or partial loss of some vitamins. മെയിൻ ആയിട്ട് കണ്ടുവന്നത് ലൈസീനിലുള്ള ലോസും അതുപോലെ സം വൈറ്റമിൻസിലുള്ള ലോസും. ചില സി വൈറ്റമിൻസ് ഓൾറെഡി വളരെ കുറവാണ് മിൽക്കിൽ, ഇല്ലാന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ തന്നെ അത് എന്താണ് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ പോകുന്നുള്ള കാര്യം. അതുപോലെ ചില ബി വൈറ്റമിൻസും ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദ ലോസസ് ഓഫ് വൈറ്റമിൻ മെയിൻലി കൺസേൺസ് വൈറ്റമിൻ സി ആൻഡ് സം 5 vitamins of the B group. Vitamin A and E are sensitive to light and or oxidation, but mostly their concentration do not decrease in sterilized milk. Vitamin A ക്കും E ക്കും വലിയൊരു കോൺസെൻട്രേഷൻ എഫക്ട് നമ്മൾ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് കണ്ടിട്ടില്ല. ബി ആൻഡ് സി വൈറ്റമിൻസിലാണ് ഈ ഒരു പ്രശ്നം പറയുന്നത്. അതുപോലെ തന്നെ ലൈസീനിലും. പിന്നെ ഇമ്പോർട്ടന്റിലാണ് കുറച്ചും കൂടി ലോസ് ഉള്ളത് UHT കാട്ടിലും. കാരണം UHT നമ്മളൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ കൊടുക്കുന്നുള്ളൂ. ഇമ്പോർട്ടന്റിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈം ഡ്യൂറേഷൻ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യമാണ് ലോസ് ഓഫ് ന്യൂട്രിയൻസിൽ പറയാനുള്ളത്. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് പാക്കേജിംഗ്. പാക്കേജിംഗ് ചെറിയൊരു ടോപ്പിക്കേ ഉള്ളൂ. സ്റ്റെറിലൈസേഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. പാക്കേജിംഗിൽ ആ ഒരു അസെപ്റ്റിക് പാക്കേജിംഗിന്റെ കാര്യങ്ങളും അതുപോലെ എന്താണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിച്ച മീഡിയം എന്നുള്ളതും പാക്കേജിംഗ് മെറ്റീരിയൽസ് ഏതാണുള്ളതും മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ ആണ് നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.